അപ്പൊ അവർക്കൊരു 40-45 വയസ്സായി. അവർ വീട്ടിൽ ഈ കൃഷ്ണനെ വെച്ച് അവർക്ക് അറിയാവുന്ന പോലെ പൂജിക്കാൻ തുടങ്ങി. തനിക്കൊരു മകനുണ്ടെങ്കിൽ എങ്ങനെ അതിനെ സ്നേഹിക്കുമോ അതുപോലെ ഈ പഞ്ചലോകത്തിൽ തീർത്ത കൃഷ്ണനെ പൂജിക്കാൻ തുടങ്ങി. അതിന് അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പനി പിടിക്കുമോ എന്ന് ചിന്തിച്ച് തോർത്തുകൊണ്ട് തുടയ്ക്കും. ചന്ദനം കൊണ്ട് കുറി വരയ്ക്കും. ഒരു കൗപീനം ധരിപ്പിക്കും. ഭഗവാന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് പാലും വെക്കും. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എവിടെ നിന്നോ ഒരു ലക്ഷ്മി ചക്രം മേടിച്ചു കൊണ്ടുവന്ന് വെച്ചു ഭഗവാന്റെ അടുത്ത്. അന്നു മുതൽ അവർക്ക് എന്തൊക്കെയോ മാനസികമായിട്ട് ബുദ്ധിമുട്ട്. ശക്തി സ്വരൂപിണിയായ സാക്ഷാൽ ആദിപരാശക്തിയുടെ പാദപത്മങ്ങളിൽ ആദ്യമേ ഞാൻ നമസ്കരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ വഴി കുറച്ച് മോശമായിരുന്നു. പല വഴികളും നമ്മളെ തെറ്റിക്കുന്നത് പോലെ വഴികൾ പലതും തെറ്റി. എങ്കിലും എൻ്റെ ഒരു സുഹൃത്തായ ഡ്രൈവർ എന്നെ കൃത്യമായി അമ്മയുടെ സന്നിധിയിൽ ലക്ഷാർച്ചന നടക്കുന്ന ഈ പുണ്യ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് കൊണ്ടെത്തിച്ചു. അപ്പോൾ തന്നെ സ്നേഹത്തോടു കൂടി എന്നെ ക്ഷണിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടകർ ഓടിയെത്തുകയും നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ദീപാരാധന കഴിഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ ഇത്രയും ഭക്തജനങ്ങൾ നമ്മുടെ ഗ്രാമ അന്തരീക്ഷത്തിൽ ഒത്തുചേരുന്നു, അമ്മയുടെ അവതാരങ്ങൾ വർണ്ണിക്കാൻ എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയുടെ കൃത്യമായിട്ടുള്ള ചേർപ്പുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതായത് നമുക്ക് ഋതുക്കൾ ഉണ്ടായിരുന്നു എന്നാ പറയാ. ഇപ്പൊ ഋതുക്കളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു, പ്രകൃതിയിൽ നിന്നും വിട്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ ദിവസത്തെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിലും ഇത്രയും ഭക്തര് ഒരേ മനസ്സോടുകൂടി ഇവിടെ എത്തി നിൽക്കുന്നു, അമ്മയുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കാനായി വന്നിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ 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 സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം സാക്ഷാൽ ആദിപരാശക്തി ഭദ്രകാളി ഭാവത്തിൽ കുടികൊള്ളുന്ന ദിവ്യ സന്നിധാനങ്ങളാണ് നമ്മുടെ കുലക്ഷേത്രങ്ങൾ എല്ലാം തന്നെ. പണ്ടു കാലങ്ങളിലൊക്കെ കാളിക്ഷേത്രം അല്ലെ ഭദ്രാക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വല്പം ഒന്ന് ഭയന്ന് ആ ക്ഷേത്രങ്ങളിൽ, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട്, ഭദ്രാക്ഷേത്രങ്ങളിലുമൊക്കെ പൂക്കളൊക്കെ കൊണ്ട് മാല കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തിരുമേനി പറയും, അതങ്ങ് മാറ്റി വെച്ചോളൂ, ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊള്ളാം, അല്ലെ നടക്ക് നേരെ വെക്കണ്ട എന്നൊക്കെ ഞാൻ എന്റെ ബാല്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ശുദ്ധാശുദ്ധങ്ങളൊക്കെ നമുക്ക് ധാരാളമായി സംഭവിക്കുന്നു. അപ്പൊ ഞാൻ ഈ താന്ത്രികമായിട്ടുള്ള പഠനങ്ങള് ഗവേഷണത്തിന്റെ ഭാഗമായി മലയാള അധ്യാപകനാണ്. അപ്പൊ മലയാളത്തിന്റെ പാഠഭാഗമായിട്ട് ഞാൻ എടുത്ത വിഷയം തന്ത്രശാസ്ത്രമാണ്. അപ്പൊ കൂടുതൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. എന്താണ് ഈ ശുദ്ധം അല്ലെ അശുദ്ധം, അല്ലെങ്കിൽ എന്താണ് തന്ത്രശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം നമ്മൾ എന്തിനാണ് ചില ദേവതകളെ ഭയത്തോടുകൂടി നമ്മൾ സമീപിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ ചെന്ന് ഗുരുവായൂരപ്പനോട് കാണിക്കുന്ന ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു പരമപ്രേമമാകുന്ന ഭക്തി എന്തുകൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നമുക്ക് ചില ക്ഷേത്രങ്ങൾ, ഇപ്പൊ ഏറ്റുമാനൂര് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജ സ്രോതസ് മറ്റൊരു തരത്തിലാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഊർജ്ജ പ്രസരണമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഊർജ സരണികൾ നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ പ്രത്യേകിച്ചും ഈ ഭദ്രാസങ്കല്പത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഘകാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പ്രാചീനമായിട്ട് ഇവിടെ തമിഴ് സംസാരിക്കുന്ന ആ സംസ്കാരത്തിന്റെ ഭാഗമായ ആ സംഘകാലഘട്ടങ്ങളിലൊക്കെ കൊറ്റവൈ എന്നൊക്കെ പറഞ്ഞൊരു ദേവതാസങ്കല്പമുണ്ട്. മദ്യവും മാംസവും ഒക്കെ അമ്മയ്ക്ക് നിവേദിക്കുന്ന ഒരു പ്രാക്തന സംസ്കൃതിയുടെ ഭാഗമായിരുന്നു. പിന്നീട് ഈ ദേവത യുദ്ധദേവതയായി പരിണമിക്കുന്ന ഒരു ചരിത്രം ഉണ്ടാവും, നമുക്കിവിടെ ആവശ്യമില്ല. പക്ഷെ എന്താണ് ഈ ഭദ്രകാളി എന്ന് കൂടുതൽ നമ്മൾ ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ആചാര്യന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം സംസ്കൃതത്തിലെ ഒരു സൂത്രവാക്യം എന്നോട് പറഞ്ഞു. അതിങ്ങനെയാണ്, ല ലയോരഭേദ എന്നാണ്. ലായിക്കും ലായിക്കും ഭേദമില്ല എന്നാണ് അർത്ഥം. ലാ എന്ന വർണ്ണത്തിനും ലായിക്കും ഭേദമില്ല. അപ്പൊ നമ്മൾ കാളി എന്നാണല്ലോ അമ്മയെ വിളിക്കുക, എന്റെ കാളിയമ്മയെ അല്ലെ ഭദ്രകാളിയമ്മയെ നമ്മളെ വിളിക്കുന്നു. അപ്പൊ ആ ലാ മാറ്റിയിട്ട് നമുക്ക് അവിടെ ലാ ചേർക്കാം എന്നാണ് ഈ സൂത്രം പറയുന്നത്. സംസ്കൃത സൂത്രമാണ്. ല ല
അത് രണ്ടിനും ഭേദമില്ല. ലളയോര ഭേദ, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ നമുക്ക് കാളി എന്ന വാക്കിലെ അല്ലെങ്കിൽ ആ പേരിലെ ലാ മാറ്റി ലാ ചേർക്കാം. അപ്പൊ നമ്മൾ കാലി എന്നാവും, മഹാകാലി. നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് അങ്ങനെ പണ്ട് കേൾക്കാറുണ്ട് അല്ലേ, ചില വീടുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മഹാകാലൻ, അത് മഹാ മാറ്റിയിട്ടായിരിക്കും വിളിക്കുക. പിന്നെ കാലൻ, കാലി, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രത്യേക സമയത്ത് വരുന്ന ആ കാലനല്ല, ഇത് മഹാകാലനാണ്. ആ മഹാകാലന്റെ വാമഭാഗം അലങ്കരിക്കുന്ന സാക്ഷാലാധിപരാശക്തിയാണ് ഈ പറയുന്ന ഈ ഭദ്രകാളി അഥവാ മഹാകാലി. കാലി എന്ന് പറഞ്ഞ കാലം, ടൈം എന്നാണ് അർത്ഥം. ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പോകുന്ന ഓരോ ദിവസവുമാണ് നമ്മുടെ ആയുസ് നിർണ്ണയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് എന്ന് പറയുന്ന, സമയം എന്ന് പറയുന്ന, ടൈം എന്ന് പറയുന്ന ഏറ്റവും നമ്മൾ എല്ലാവരും ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒന്നിന്റെ അടിസ്ഥാന ദേവതയാണ് അമ്മ. അഥവാ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാന ദേവതയാണ് സാക്ഷാൽ ആദിപരാശക്തി ആയിരിക്കുന്ന ഈ ഭദ്രകാളി അമ്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ലളയോരഭേദ. കാളിയെ നമുക്ക് കാലി എന്ന് വിളിക്കാം, മഹാകാലി, മഹാകാലത്തിന്റെ തമ്പുരാട്ടിയാണമ്മ. ആ അമ്മയുടെ പതിസ്ഥാനമാണ് മഹാകാലൻ. അതുകൊണ്ട് തന്നെ പാർവതി ദേവിയുടെ രണ്ട് വ്യത്യസ്ത ഭാവമാണ് കാളിയും ഗൗരിയും എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അമ്മയുടെ മുമ്പിൽ ചെന്ന് ഭയക്കേണ്ടത് ഒരു കാര്യവുമില്ല, ശുദ്ധാശുദ്ധങ്ങളുടെ ആവശ്യമില്ല. ചിലർ ചോദിക്കും, ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ തെറ്റു വന്നാൽ ദോഷമല്ലേ? അപ്പൊ പരമഭാഗവതനായ ഒരു ആചാര്യൻ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ നിമിഷം ആ കുഞ്ഞ് അമ്മയെ വിളിക്കുന്നത് അമ്മയെ എന്നാണോ? ഒരിക്കലുമല്ല. അപ്പോൾ അത് വിളിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് എന്നെക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം. അതുകൊണ്ട് ആ അമ്മയ്ക്ക് ദേഷ്യമുണ്ടാവും ആ കുഞ്ഞിനോട്? ഒരിക്കലുമില്ല. അപ്പൊ നമ്മുടെ ചില തെറ്റിദ്ധാരണകളാണ്. നമുക്കത് ജപിക്കണമെന്ന് തോന്നുന്ന നിമിഷം തന്നെ നമ്മൾ അതിന് അർഹരായി തീർന്നു. ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കാനായിട്ട് നമുക്ക് എപ്പോൾ തോന്നലുണ്ടാകുന്നുവോ ആ നിമിഷം നമ്മൾ എല്ലാവരും അതിന് അർഹരായി തീരുകയാണ് ചെയ്യുന്നത്. വളരെ ഭക്തിയോടുകൂടി ആ മന്ത്രങ്ങൾ ജപിച്ചു കഴിയുമ്പോൾ ഒരു കാരണവശാലും അവിടെ ശുദ്ധാശുദ്ധങ്ങളുടെ ആവശ്യമില്ല. നമ്മൾ പറയും ചില സമയങ്ങളിൽ നമുക്കത് ജപിക്കാമോ? നമുക്ക് എപ്പോഴാണോ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നത് ആ നിമിഷം നമുക്ക് വിളിക്കാം. അത് എവിടെ ആയാലും ഏത് അവസ്ഥയിലായാലും നമുക്ക് ആ നാമം ജപിക്കാം. എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പനും. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണത്. എഴുത്തച്ഛന് വളരെ പ്രശ്നമുണ്ടാക്കിയ ശ്ലോകം കൂടിയാണത്. പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസ്വരനും നാമകീർത്തനം ജപിക്കാം, ഭഗവാന്റെ നാമം ജപിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജപിച്ചാലുള്ള ഗുണം എന്താണ്? ഹരതി പാപാനി, പാപങ്ങളെ ഇല്ലാതാക്കുന്ന ശബ്ദമാണ് ഹരി അഥവാ ഈശ്വരൻ. നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ ആ പാപങ്ങളെ എല്ലാം ഇല്ലാതാക്കി നമ്മളെ സൽബുദ്ധിയിലേക്ക് നയിക്കുന്ന ഒന്നാണ് സാക്ഷാൽ ഈശ്വരനാമങ്ങൾ. അതുകൊണ്ടാണ് സരസ്വതി ദേവിയുടെ കയ്യിൽ ഒരു വീണയുണ്ട്, കച്ചപി എന്നാണെന്ന് തോന്നുന്നു ആ വീണയുടെ പേര്. ആ വീണ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഒരു മനുഷ്യന്റെ രൂപം പോലെയാണ്. വീണയ്ക്ക് ഒരു പ്രത്യേക ആകൃതിയുണ്ട്, തലഭാഗമൊക്കെയുണ്ട്, അതില് തന്ത്രികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് മനുഷ്യനെ പോലെയാണ്. വീണ് കിടക്കുന്ന മനുഷ്യനെ സമുദ്ധരിക്കാനായിട്ട് അമ്മ വീണ മീട്ടുന്ന ഒന്നാണ് വീണ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്തിനാണ് ഈ ചിത്രങ്ങളൊക്കെ? ഋഷിയായ കവി വ്യക്തമാക്കിയിരിക്കുന്നത്, ആ വീണയിൽ അമ്മ എങ്ങനെയാണോ വീണ മീട്ടുന്നത്, ആ വീണ മീട്ടുന്നത് ആ മനുഷ്യന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി അനുഗ്രഹിക്കുന്ന വീണമീട്ടലാണ്, സംഗീതാത്മകമാക്കിയാണ്. നമ്മുടെ ജീവിതം എപ്പോഴും സംഗീതാത്മകമാകേണ്ടിയിരിക്കുന്നു. പക്ഷെ ജനിക്കുന്ന അന്നു മുതൽ നമ്മളെ വിടാതെ പിന്തുടരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം മാറാൻ വേണ്ടിയാണ് നമ്മൾ എന്നും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഭയം. ഭയമില്ലാത്ത ആരെങ്കിലും ഞാൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജനിച്ച ആ കുഞ്ഞു മുതൽ 100 വയസ്സായ ഒരു മുത്തശ്ശിക്കോ മുത്തശ്ശനോ വരെ ഈ ഭയം ഉണ്ടാവും. നാളെ എന്തായി തീരുമെന്ന ഭയം, ഇന്ന് ഈ നിമിഷം എന്താകുമെന്ന ഭയം, ഇനി വരുന്ന കാലത്ത് എനിക്കോ എൻ്റെ കുട്ടികൾക്കോ തലമുറയ്ക്കോ എന്ത് സംഭവിക്കും എന്ന ഭയം. നമ്മൾ വെറുതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഈശ്വര വിശ്വാസിയാണ് എങ്കിൽ
നമുക്ക് ഭയം വേണ്ട. കാരണം അഭയം വൈ ബ്രഹ്മ എന്നാണ് സിദ്ധാന്തം. ഭയമില്ലാത്ത അവസ്ഥയാണ് അഭയം. നമ്മൾ ബ്രഹ്മത്തെ അഥവാ ഈശ്വരനെ ഉപാസിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. ആ ഭയമില്ലാത്ത അവസ്ഥ. ഇത്തിത്താനത്ത് അമ്മയുടെ പാദപത്മങ്ങളിൽ വീട് നമസ്കരിക്കുന്ന അപൂർവ ഭാഗ്യനിധികളാണ് നിങ്ങളെങ്കിൽ ഭയത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മുടെ ഈ കൈകൾ അമ്മയുടെ ആ വലം കൈകൾ കൊണ്ട് പിണച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ ആ കൊച്ചു കുഞ്ഞിനെയൊക്കെ അമ്മ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്നത്, ഉത്സവ സ്ഥലത്തൂടെ ആ കൈകൾ കോർത്തുകൊണ്ട് എവിടെ നടന്നാലും കുഞ്ഞിനറിയാം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? എന്റെ അമ്മ കൈ പിടിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പരിവർത്തനപ്പെടണം. അല്ലാതെ 4 ചുമരിന്റെ അകത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ശിലാഭാവമല്ല ഈശ്വരൻ. ഓരോ നിമിഷവും നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഈശ്വരൻ ഒരു അനുഭവമായി തീരണം. അങ്ങനെ അനുഭവമായി തീരുമ്പോൾ മാത്രമാണ് ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് കൂടുതൽ ജൈവികമാകുന്നത്. നമ്മൾ എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്കറിയാം. പൂന്താനം ശ്രീരാമകൃഷ്ണ പരമഹംസർ, അദ്ദേഹം ശരിക്കും ശക്തി ഉപാസകനായിരുന്നു, ഭദ്രകാളി ഉപാസകനായിരുന്നു, ബംഗാളി ബ്രാഹ്മണനാണ് നമുക്കറിയാം. അദ്ദേഹം ശർക്കരയൊക്കെ കയ്യിലെടുത്തിട്ട് അമ്മേ ഇത് കഴിക്കണേ കഴിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ ഭയാനക രൂപം അതേപോലെ ധരിച്ചു വന്ന് പെട്ടെന്ന് മാറി മാതൃഭാവത്തിലേക്ക് എത്തി കുഞ്ഞെ തന്നാലും എന്ന് പറഞ്ഞ് ശർക്കര കഴിക്കുമായിരുന്നു. അവിടുത്തെ നിവേദ്യങ്ങളൊക്കെ ആ തരത്തിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏത് ഭാവത്തിലാണോ അമ്മയെ ആരാധിക്കുന്നത്, ഉപാസിക്കുന്നത്, അതിനനുസരിച്ച് അമ്മയും ആ ഭാവം മാറ്റും. അങ്ങനെ മാറ്റിയാലോ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സാധിക്കും. സംശയം വേണ്ട. ദേവി മഹാത്മ്യം പറയാറുണ്ടല്ലോ, യം ചിന്തയന്തേ കാമം തം തം പ്രാപ്നോതി നിശ്ചിതം. എന്തൊക്കെ ആഗ്രഹമുണ്ടോ, നമ്മൾ മനുഷ്യനായി ജനിച്ചവരാണ്. നമുക്ക് ശ്രേയസ്സും വേണം, പ്രേയസ്സും വേണം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ട് വേണ്ടത് അതെല്ലാം നമ്മൾ നേടിയെടുക്കണം. നമുക്ക് ധനം വേണം, വിദ്യാഭ്യാസം വേണം, ജോലി വേണം, കുടുംബജീവിതം വേണം, നല്ല പങ്കാളികൾ വേണം, ഇതെല്ലാം വേണം. ഒപ്പം തന്നെയോ പരമമായ മോക്ഷവും വേണം. ഗൃഹസ്ഥന് മോക്ഷം മാത്രം മതിയെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഈ ഭൗതിക സുഖങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ച് അത് ധാർമ്മികമായി മുന്നോട്ട് അനുഭവിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും പാടില്ല, അങ്ങനെയൊന്നും നമ്മുടെ സൈദ്ധാന്തികരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ പറയുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്ത് കഴിയുമ്പോഴാണ് ഇത്രയ്ക്കേ ഉള്ളല്ലോ ഇതെല്ലാം എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ അനുഭവിച്ച് വിരക്തി വരുന്നത് ഭഗവാൻ പറയുന്നുണ്ട്, കർമ്മസന്യാസവും കർമ്മയോഗവും അർജുന നല്ലത് തന്നെ. പക്ഷേ കർമ്മസന്യാസം എന്ന് പറയുന്നത് നേരിട്ട് മുക്തിക്ക് കാരണമാകുന്നില്ല. കർമ്മയോഗമാണ് മുക്തിക്ക് കാരണം. കാരണം എന്താണ്? നമ്മൾ അനുഭവിച്ച് ഇപ്പൊ ഒരു പൈനാപ്പിൾ നമുക്ക് കഴിക്കാൻ ആഗ്രഹമാണ്. നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ രുചി ഇത്രയേ ഉള്ളൂ, പിന്നെ നമുക്ക് അതിനോട് ആസക്തി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം പൂർത്തീകരിക്കുക. ആ പൂർത്തീകരണത്തിന് ശേഷം നമുക്ക് അതിനോട് അമിതമായ ആസക്തി ഉണ്ടാവുകയില്ല എന്നാണ് പറയുക. അതിനുശേഷം നമ്മൾ ഈശ്വരനിലേക്ക് അടിയുറച്ച സ്ഫുടം ചെയ്തെടുത്ത ഭക്തരായി മാറും. അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് നമ്മൾ ഭഗവാന്റെ ഉപാസകരായി മാറണം എന്നുള്ളതാണ്. ഭഗവാന്റെ അല്ലെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന, അടുത്തിരിക്കുന്ന ഉപാസകരായി നമ്മൾ മാറണം. ആ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഉള്ളത്, ക്ഷേത്രത്തിലെ ഇത്തരത്തിലുള്ള ആരാധന വിധികളുമൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു സംശയം വരും, നമുക്ക് പുറത്തുനിന്ന് ഭഗവതിയെ കൈകൂപ്പി തൊഴുതു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ആരാധിക്കാൻ അവകാശമുണ്ടോ, നമുക്കതിന് അർഹതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എടുത്തച്ച മറുപടി നൽകുന്നത് എങ്ങനെയാണ് രാമായണത്തിന്? തന്നെ ഗൃഹ്യോക്ത മാർഗങ്ങളെ കൊണ്ട് മന്നിടത്തിങ്കിൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്കാമിടൂ എന്നാ പറയുന്നത്. ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുകയാണ്, നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഗൃഹസ്ഥന്മാർക്ക്. അത് ചെയ്തിട്ട് നമുക്ക് ദ്വിജത്വം ഉണ്ടായി വരും. മറ്റൊരു ജന്മമാണ് ദ്വിജത്വം, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. മറ്റൊരാളായി മാറുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ പൂജിക്കാമിടൂ എന്നെ എന്നാണ് പറയുന്നത്. തന്നെ ഗൃഹ്യോക്ത മാർഗങ്ങളെ കൊണ്ട് മന്നിടത്തെങ്കിൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാമിടൂ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് വിധത്തിൽ വേണമെങ്കിലും ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കും.
അർച്ചനം, വന്ദനം, സഖ്യം, ആത്മനിവേദനം എന്നൊക്കെ ഭഗവതി പറയുന്നുണ്ട്. നമുക്ക് അർച്ചനകൾ നടത്താം. അർച്ചനമൊക്കെ പല യുഗങ്ങളിലും ചെയ്തു വരുന്ന അനുഷ്ഠാനമാണ്. അർച്ചിക്കാം, ധ്യാന യോഗം ശീലിക്കാം, മറ്റു ഉപാസനാ പദ്ധതികളെല്ലാം തന്നെ നമുക്ക് ചെയ്യുക. ഇതിന്റെ എല്ലാം സംക്ഷിപ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ളത്. ശതാൽത്രായതയുടെ ക്ഷേത്ര നമ്മൾ പറയും അല്ലെ. നമ്മളെ താഴെ വീണ് പോയാൽ ഉയർത്തിയെടുക്കുന്ന ഒന്നാണ് ക്ഷേത്രം. ചിലര് പറയും, ഞാൻ വർഷത്തിൽ ഒരിക്കലേ ക്ഷേത്രത്തിൽ പോകുന്നുള്ളൂ. കാരണം എന്താ? എൻ്റെ മനസ്സാണ് അമ്പലം, ഞാൻ വീട്ടിൽ ഇരുന്നാൽ മതി, ആ ദേവത എൻ്റെ വീട്ടിലുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ പറയുന്ന ചില നമ്പറുകളാണ് അതെല്ലാം. നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് സാധിക്കുമ്പോഴൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോകണം. ഇത്രയും മഹാക്ഷേത്രം നമ്മുടെ ജില്ലകളിലൊക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് വളരെ പ്രശസ്തിയാണ്. പ്രഖ്യാതമായി മഹാക്ഷേത്രത്തിന്റെ സമീപത്ത് താമസിക്കുന്ന നിങ്ങൾ എല്ലാവരും മഹാഭാഗ്യം ചെയ്തവരാണ്. ആ ആദിപരാശക്തിയെ ഉപാസിക്കുന്ന നിങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, എല്ലാ ദിവസവും നമുക്ക് സാധിക്കും പോലെ വന്ന് അമ്മയെ തൊടണം. ആ അമ്മയുടെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ച്, അമ്മേ എന്നെ കാത്തു സംരക്ഷിക്കണം അമ്മേ, ഒരു കുഞ്ഞിനെ എന്നതുപോലെ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴോ അമ്മ ആ മാതൃഭാവത്തോടു കൂടി നമ്മളെ അടുത്തടുത്തടുത്ത് വരും. ആ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിലോ ഒരു വിളിപ്പാടകലെ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടല്ലേ. ഇപ്പൊ ന്യൂസിലാൻഡിലോ അല്ല അമേരിക്കയിലോ എവിടെ പോയാലും ഒന്ന് കോൾ ചെയ്താൽ നമുക്ക് കാണാം. പഴയതുപോലെ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിയുമ്പോൾ പണ്ട് കാലത്ത് വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ ആള് വരിക, അല്ലെങ്കിൽ ഒരു കത്ത് വരിക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പോകുന്ന ആ നിമിഷം തൊട്ട് തന്നെ നമുക്ക് പോയി എന്ന ഫീലിംഗ് ഇല്ല. അതുപോലെ ഈ അമ്മ നമുക്കൊപ്പം എപ്പോഴും ഉണ്ടെങ്കിലോ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അമ്മയുണ്ട് അല്ലെങ്കിൽ ഭഗവാനുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണം? നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. അതിലേക്ക് അടുപ്പിക്കുന്ന ആദ്യ പാഠങ്ങളാണ് ക്ഷേത്രങ്ങൾ നൽകുന്നത്. ക്ഷേത്രത്തിൽ നമുക്കറിയാം, നമ്മൾ എന്നും വന്ന് ആ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, ഉപാസിക്കുന്നു. ആ ഇരിക്കുന്ന ക്ഷേത്ര സങ്കല്പം എന്താണെന്നൊക്കെ പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാണ് നമ്മുടെ ആ ശ്രീകോവിലിന്റെ ആ ഭാഗത്തെ ഗർഭഗൃഹം എന്ന് പറയുന്നത്? അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ഗർഭഗൃഹമാണ് ശ്രീകോവിലിന്റെ ആ ഭാഗം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു പീഠത്തിലാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനിയും പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അഭിഷേക സമയത്ത് ഒന്ന് പോയി ഇത് നോക്കിയാൽ ഒരു ഖണ്ഡം, ശിലാഖണ്ഡമുണ്ട്. അത് നടുക്ക് ഒരു ചെറിയ സ്പേസ് ഇട്ട് ഒരു കുഴി പോലെ ഇട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് ഈ ബിംബം ഇറക്കി വെച്ചിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന താന്ത്രിക സാധനയ്ക്ക് ശേഷം ആചാര്യൻ എന്ന തന്ത്രി ഇതിലേക്ക് ഈ ദേവതയുടെ ബിംബത്തെ ഇറക്കി വെക്കുന്നു. ഇങ്ങനെയാണ് പ്രതിഷ്ഠയുടെ ഏറ്റവും ചെറിയൊരു വിവരണം. തന്ത്രശാസ്ത്രം, കുഴിക്കാട്ടു പച്ചയൊക്കെ താന്ത്രിക ഗ്രന്ഥമാണ്. അതിനാണ് ഞാൻ ചെറിയ രീതിയിലൊക്കെ പഠനം നടത്തിയത്. അപ്പൊ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പീഠം എന്ന് പറയുന്നത് സ്ത്രീ സങ്കല്പമാണ്, പ്രകൃതിയാണ് സ്ത്രീ സങ്കല്പം. അതിലേക്ക് പ്രതിഷ്ഠിതമാകുന്ന ബിംബം, അത് ദേവന്റെ ആയിക്കൊള്ളട്ടെ, ദേവിയുടെ ആയിക്കൊള്ളട്ടെ, ആരുടെയും ആയിക്കൊള്ളട്ടെ, അത് പുരുഷ സങ്കല്പമാണ്, മഹാപുരുഷനാണ്. ഇത് ഒരുമിപ്പിക്കുമ്പോൾ അവിടെ ഒരു ജന്മം ഉണ്ടാകുന്നു. പ്രകൃതി പുരുഷ സംലയനം നടക്കുന്ന ഇടം, അതാണ് ഗർഭഗൃഹം എന്ന് പറയുന്നത്. അവിടേക്ക് ഒരു ഊർജം ഉണ്ടാകുകയാണ്. ഈ 2 ശിലകളും, സ്ത്രീശിലയും പുരുഷശിലയുമാണ് ഇതിന് ഉപയോഗിക്കുക. തമ്മിൽ ചേരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത അഭൗതികമായ ഒരു ഊർജ പ്രസരണം അവിടെ നടക്കുന്നുണ്ട്. വെറുതെ കൊണ്ട് 2 കല്ല് കൂട്ടി വെക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അഷ്ടബന്ധം ഇടും, നവരത്നങ്ങളൊക്കെ ആ ശിലാഖണ്ഡത്തിനകത്ത് നമ്മൾ സ്ഥാപിക്കും. തന്ത്രിമാര് മന്ത്രപൂരിതമായിരിക്കുന്ന കലശ തീർത്ഥം, കലകൾ ശയിക്കുന്നതാണ് കലശം. കലകളൊക്കെ ആവാഹിച്ചിട്ടാണ് കലശം പൂജിച്ചു വെക്കുക. അതൊക്കെ ബിംബത്തിലേക്ക് വർഷിക്കുമ്പോൾ ആ ബിംബത്തിന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ, നമ്മൾ കാണാത്ത ശരീരവുമുണ്ട് ബിംബത്തില്, ഇതിനെയൊക്കെ ആ തീർത്ഥം അഭിഷേകം ചെയ്ത് വരുമ്പോഴേക്കും സോമസമാനമായി അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ലഭിക്കുന്ന അമൃതകിരണം പോലെ തീർത്ഥം മാറുകയാണ്. അവിടെ ഒരു ജീവൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അതിനെ ഗർഭഗൃഹം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാശക്തിക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷേത്രമോ ഒരു ബിംബമോ ഒന്നും ആവശ്യമില്ല.
പിന്നെ എന്തിനാണ്? നമുക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവതയ്ക്ക് അല്ലെങ്കിൽ ദേവിക്ക്, ദേവനൊക്കെ തന്നെ മാനുഷികമായിട്ടുള്ള ചില വിചാര വികാരങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വെളുപ്പിനെ 5 മണിക്ക് ഉണർത്തണമെന്ന് പറയുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ തിരുവാർപ്പല കൃഷ്ണൻ ഉടൻ നിവേദ്യം വേണം. ഒരു നിമിഷം താമസിച്ച അവസരത്തിൽ ഭഗവാന്റെ അരയിലെ അരഞ്ഞാണം വിശപ്പോടുകൂടി താന്നുപോയി എന്നാണ് പറയുക. വിശന്നിട്ട് സാക്ഷാൽ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ആ മഹാശക്തിക്ക് വിശക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു ബിംബത്തിലേക്ക് ചുരുക്കി പ്രതിഷ്ഠിച്ചിരിക്കുകയാണല്ലോ. അപ്പം ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ മാനുഷികമായ ചിന്തകൾ ഈ ദേവതയ്ക്കും ആരോപിക്കപ്പെടേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ ക്ഷേത്ര അനുഷ്ഠാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യമായി നമ്മൾ ഒരു ദിവസത്തെ പൂജ എന്ന് പറയുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം എന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നത്. 3 പൂജകൾ ചേരുന്നതാണ് ഒരു പൂജ. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴ പൂജ എന്നിവയാണ് പ്രധാനമായും നടക്കുക. 3 പൂജകൾ ചേരുന്നത് ഒരു പൂജ. ആ പൂജയ്ക്ക് മുമ്പായിട്ട് ആ താന്ത്രികൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തെ ശുദ്ധമാക്കും. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, ചില ക്രിയകളൊക്കെ ചെയ്ത് നമ്മൾ കാണാറുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം. തന്നെയും തന്റെ ചുറ്റുപാടിനെയും ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനായിട്ടാണ് ഈ ശാരീരികമായി ശുദ്ധിക്രിയ നടത്തുക. അതിന് അസ്ത്രമന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് താളത്രയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കുമ്പോൾ അറിയാം. താളത്രയം, ദിഗ്ബന്ധനം, അഗ്നിപ്രാകാരം എന്നൊക്കെ അതിന് പറയാം. അസ്ത്രമന്ത്രം ജപിച്ചിട്ട് ഇപ്പൊ സഹസ്രാരാഹും ഫൽ എന്ന മന്ത്രം മഹാവിഷ്ണു ഉപയോഗിക്കും. അങ്ങനെ ഓരോ ദേവതയ്ക്കും ഈ അസ്ത്രമന്ത്രങ്ങളുണ്ട്. അത് ജപിച്ച് തനിക്കും തന്റെ ചുറ്റുപാടിനും പ്രശ്നമുണ്ടാക്കുന്ന നെഗറ്റീവ് എനർജികളെ ഉന്മൂലനം ചെയ്യും. തന്നെ ശരിക്കും ശുദ്ധനാക്കും. പ്രാണായാമം നടത്തും. എന്തിനാണ്? ശിവനെ പൂജിക്കണമെങ്കിൽ നമ്മൾ ശിവനായി മാറണം. ശിവം ഭൂത്വാ ശിവം യജേ എന്നാണ്. ശിവനെ പൂജിക്കണമെങ്കിൽ നമ്മൾ ആരായി മാറണം? നമ്മൾ ശിവനായി മാറണം. അല്ല വെറും ഒരു നാരായണനാണ് പൂജിക്കുന്നതെങ്കിൽ നാരായണനായിട്ട് ഇരുന്നുകൊണ്ട് പൂജിച്ചിട്ട് കാര്യമില്ല. ആരെയാണോ പൂജിക്കുന്നത് ആ ആളായിട്ട് നാം മാറുന്നു. അങ്ങനെ മാറിയ ശേഷം വേണം നമ്മൾ പൂജയ്ക്ക് അർഹരായി തീരുക. അങ്ങനെ പൂജിച്ച ശേഷം ഗുരുവിനെയും ഗണപതിയെയും നമ്മൾ പൂജിക്കുന്നു. പിന്നീടാണ് പീഠപൂജ എന്ന പ്രധാനപ്പെട്ട ആദ്യ പൂജ. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ വന്ന സമയത്ത് ആരാധ്യനായ അദ്ദേഹം പറഞ്ഞു, മാഷി ഇവിടെ ഇരുന്നോണം. ഇരുന്നാണ് പ്രഭാഷണം, അതിനുള്ള കസേരയാണ്. അപ്പൊ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇരുത്തുന്ന ചെയർ, ഇതാണ് പീഠം എന്ന് പറയുന്നത്. പീഠം. അപ്പൊ പീഠത്തെ നമ്മുടെ വീട്ടിലൊരു മുതിർന്ന ഒരാള്, നമ്മുടെ ഒരു മുത്തശ്ശൻ അല്ലെ വല്യച്ഛൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദൂരെ നിന്ന് വരികയാണ്. നമ്മൾ എന്ത് ചെയ്യും? വീടൊക്കെ അടിച്ച് ശുദ്ധമാക്കി വൃത്തിയാക്കി അദ്ദേഹത്തിന് ഇരിക്കാൻ നല്ലൊരു കസേരയും കുഷ്യനൊക്കെ കൊണ്ടിട്ട് വന്നാലും ഇരുന്നാലും എന്ന് പറയും അല്ലെ. ഇത് തന്നെയാണ് പീഠപൂജ. വരുന്നവരാണ്, സാക്ഷാൽ ഈശ്വരനാണ് വരുന്നത് നമ്മുടെ മുമ്പിലേക്ക്. അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് കൊടുക്കുന്ന പീഠം, കസേര, അതേ സജ്ജമാക്കുന്ന പൂജ പീഠപൂജ എന്നാണ് പറയാം. ആ പീഠത്തിലേക്ക് വന്നിരിക്കാൻ പറയും. നമ്മൾ പറയില്ലേ വന്നാലും ഇരുന്നാലും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇങ്ങനെയാണ് മുദ്രകളൊക്കെ പോവുക. ആവാഹന മുദ്രകളൊക്കെ പറയാം. ആവാഹിതോ ഭവ എന്നൊക്കെ നമ്മൾ പറയും. സംസ്ഥാപിതോ ഭവ, സന്നിരുദ്ധവും ഭവ, സാന്നിധ്യം ഗുരു ഗുരു പ്രസീത എന്നൊക്കെയാണ് ആ മന്ത്രങ്ങൾ. ആ മന്ത്രം ഈ ആംഗ്യങ്ങളിലൂടെ, മുദ്രകളിലൂടെ വന്നിരുന്നാലും എന്ന് പറയുകയാണ്. അതിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. 4 കാലുകൾ എങ്ങനെയായിരിക്കണം പീഠത്തിന്റെ, 1000 ഇതിലുള്ള കർണിക താമരയുടെ എങ്ങനെയായിരിക്കണം, അതിലെങ്ങനെ ദേവനെ പ്രതിഷ്ഠിക്കണം എന്നൊക്കെ തന്നെ പറയാറുണ്ട്. എല്ലാവരും ചുരുക്കിയാണ് പൂജ ചെയ്യുക. പീഠ പൂജിക്കാം. ഗും ഗുരുഭ്യോ നമ, ഗംഗണപതേ നമ എന്ന് പറഞ്ഞ് ആധാരശക്തി, മൂലപ്രകൃതി, ആദികൂർമ്മം, അനന്തൻ, പൃഥ്വി തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളെയാണ് അവിടെ പൂജിക്കുക. ആ താന്ത്രിക വിധിയാണ്, നമ്മളത് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് പറയും ഭഗവാനെ അല്ലെ അമ്മയെ, ഏത് ദേവതയാണോ ആ ദേവതയുടെ പേര് ചേർത്ത് വിളിച്ചിരിക്കാൻ പറയും. നമ്മളും അങ്ങനെയല്ലേ പറയാ? ആ രവി ഇവിടെ ഇരുന്നാട്ടെ, ഇവിടെ ഇരിക്കെ, അങ്ങയുടെ സീറ്റ് ഇവിടെ ഇരിക്കെ എന്നാ നമ്മൾ പറയാം. അപ്പൊ കൃത്യമായിട്ട് ആ പേര് ചൊല്ലി, വിഷ്ണു ആണെങ്കിൽ ആ മഹാവിഷ്ണുവിനെ, ആ മഹാവിഷ്ണുമൂർത്തി ആവാഹിതോ ഭവാന്നോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോളൂ എന്ന് പറയുന്ന പോലെ സമാനമായ സംസ്കൃത പദങ്ങൾ മന്ത്രമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് അവിടെ ഇരിക്കുന്നു. അതിനുള്ള ആദ്യത്തെ ഒരു പൂജയാണ് ആദ്യത്തെ മണികൊട്ടലിൽ തീരുന്നത്. ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചോണം. പൂജിക്കുമ്പോൾ കലശമണ്ഡപത്തിലൊക്കെ അത് ശ്രദ്ധിക്കാവുന്നതാണ്. ദേഹശുദ്ധി കഴിഞ്ഞ് ആദ്യത്തെ പൂജ എന്ന് പറയുന്നത്, ആദ്യത്തെ മണി കൊട്ടുന്നത് പീഠപൂജയ്ക്കാണ്.
ഈ പീഠം പൂജിച്ച് കഴിയുമ്പോഴാണ് ദേവൻ വന്നല്ലോ, ദേവനെ ആവാഹിക്കാൻ പോകുന്നത്. കസേര ഇട്ടു, ഇനി വന്നിരുന്നാലും എന്നാ പറയാ. അപ്പൊ വന്നിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ശുദ്ധമായ ഇടമാകണം, സ്ഥലമാകണം. ഈ താമരപ്പൂവൊക്കെ അതിന് സജ്ജമാകണം. ദേവന്മാരെല്ലാം ഇരിക്കുന്ന താമരപ്പൂവിലാണ് അല്ലെ. അതിന് പത്മപൂജ എന്നൊക്കെ അതിനൊക്കെ പറയും. ഓരോ ദേശത്തിനും ഭേദമുണ്ട്, ഓരോ ആചരണത്തിനും ഭേദമുണ്ട്. അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നു, ഭഗവാനോട് വന്നിരുന്നാലും എന്ന് പറയുന്നു. ഇരുന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടിലായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാ? യാത്രയൊക്കെ സുഖമായോ? ബസ്സൊക്കെ കിട്ടിയോ? അല്ല ട്രെയിനൊക്കെ എങ്ങനെയായിരുന്നു? ലേറ്റായോ? കുശലം പറയൂ അല്ലേ. അപ്പം അങ്ങേ വീട്ടിലെ അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ വകയിലൊരു ബന്ധുവല്ലേ എന്നൊക്കെ കുശലോക്തികൾ നമ്മൾ പറയും. ഇങ്ങനെ കുശലം പറയുന്ന ആ ഒരു രീതിയിലേക്കാണ് അടുത്ത സെക്ഷൻ പോകുന്നത്. അതിന്റെ പേര് മൂർത്തി പൂജ എന്നാണ് പറയുക. അടുത്ത തവണ മണികുട്ടി പൂജിക്കുന്നത് മൂർത്തി പൂജയ്ക്കാണ്. അപ്പൊ ഓരോന്നായിട്ട് പറയും. ദേവനാണല്ലോ, വെറുതെ ഈ പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് ചേർത്ത് വിളിക്കണം. പേര് ചേർത്ത് വിളിച്ചിട്ട് ഇഷ്ടമുള്ള ആഭരണങ്ങളെ കുറിച്ച് നമ്മൾ പ്രകീർത്തിക്കണം. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പ്രകീർത്തിക്കുന്നത്. നമ്മളെ ഒന്ന് ഉയർത്തി പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതെല്ലാം നമ്മൾ പറയും. മഹാവിഷ്ണുവിനാണെങ്കിൽ ഓ നമോ നാരായണായ എന്നുള്ളതാണ് മൂലമന്ത്രം. ആ മൂലമന്ത്രത്തെ ഓരോ അക്ഷരങ്ങളായിട്ട് ആദ്യം മാറ്റും. ഓം നമ, ഓം നം ഓം നമ, ഓം 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 നമ, ഓം നാം ഓം നമ, ഓ രാം ഓം നമ, ഓ യാം ഓം നമ, ഓം നാം ഓം നമ, ഓ യാം ഓം നമ എന്നുള്ളത് ഓ നമോ നാരായണായ എന്ന മഹാമന്ത്രത്തിന്റെ ഓരോ അക്ഷരങ്ങളും എടുത്തെടുത്ത് മൂലാക്ഷരന്യാസം എന്നൊക്കെ പറയും. മൂലാക്ഷരങ്ങളെ പൂജിക്കും. പിന്നെ ഭഗവാന്റെ ശരീരത്തിലെ ചക്ര, ശംഖ്, ഗദ, പത്മം ഇതിനെ നമ്മൾ പ്രത്യേകമായിട്ട് പൂജിക്കുന്നുണ്ട്. ഭൂഷണങ്ങൾ പൂജിക്കും. വൈനതേയനെ, ഗരുഡനെ പൂജിക്കും. ഇങ്ങനെ ഈ പൂജ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആളോട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അദ്ദേഹം പറയും മതി മതി, ഇനി എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാം. ഉച്ചസമയമാണല്ലോ ആയത്. ഈ സമയമാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് ദേവൻ. ആ ഭക്ഷണമാണ് നൈവേദ്യം എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിവേദ്യ സങ്കല്പത്തിന്റെ. എന്താണ് നൈവേദ്യം എന്നുള്ളത്? മറ്റൊരു വഴിപാടും കഴിച്ചാലും ലഭിക്കാത്ത പുണ്യവും ആഗ്രഹ സാഫല്യവും ഈ നൈവേദ്യ സമർപ്പണത്തിലൂടെ കിട്ടും എന്നാണ് പറയാ. എന്തുകൊണ്ടാണ് എന്ന് ആരും അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നമുക്ക് വീട്ടിലൊരു പിറന്നാൾ വന്നാലോ എന്തെങ്കിലും ആഘോഷം വന്നാലോ നമ്മൾ പറയല്ലേ, ദേവിക്ക് ഒരു പായസം അല്ലെ 1 ലിറ്റർ പാൽ പായസം. രണ്ടുണ്ട് കാര്യം. വീട്ടിൽ പായസം ഉണ്ടാക്കേണ്ട, ആ പായസം കഴിച്ച് തൃപ്തിപ്പെടാം, അടുത്ത വീട്ടിലെ കൊണ്ട് കൊടുക്കാം. എപ്പോഴും ചെയ്യുന്നതാണ് ഇത്. അപ്പൊ എന്താണ് നിവേദ്യം? നിവേദ്യ സങ്കല്പം എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് സ്വർണ്ണ പാത്രത്തിലൊക്കെ സമർപ്പിക്കണമെന്നാണ് പറയാ. ഇല്ലെങ്കിൽ ശുദ്ധമായ പാത്രത്തിൽ അത് നിറച്ച് ദേവതയ്ക്ക് ഏതാണോ, ഇപ്പൊ ദേവിക്ക് ഭദ്രകാളിക്കൊക്കെയാണ് അതികഠിന പായസം അല്ലെങ്കിൽ ഇരട്ടി പായസം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള പായസങ്ങള്. മഹാവിഷ്ണുവിനാണെങ്കിൽ പാൽപായസം. ഇതൊക്കെ നിറച്ചു വെക്കണമെന്ന് പറയാം. നിറച്ചു വെച്ചിട്ട് ആദ്യമായിട്ട് അതിലുള്ള അശുദ്ധികൾ മാറാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്ത്രമന്ത്രം കൊണ്ട് ഇതിലെ അശുദ്ധികൾ ഒഴിഞ്ഞു കളയും. പിന്നെ ഇതിന്റെ അഴുക്കംശത്തെ മുഴുവൻ ഇല്ലാതാക്കി ഇതിനെ അമൃതാക്കും. അതിനുവേണ്ടി ഓങ്കാരം ജപിച്ച് അതിനകത്തോട്ട് ജലം തളിക്കും. മൂലമന്ത്രം കൊണ്ട് അർച്ചന നടത്തും. പിന്നെ പ്രധാനമായിട്ട് അതിനകത്ത് ഗരുഡമുദ്ര കാണിച്ച് ശ്രൗ നിർവിഷീ ഭവ എന്ന് പറഞ്ഞൊരു മന്ത്രം ഉപയോഗിച്ചിട്ട് ആ നിവേദ്യത്തിനുള്ളിലുള്ള വിഷാംശത്തെ മുഴുവൻ ഇല്ലാതാക്കും. പഴയ കാലത്തെ മഹാവൈദ്യന്മാര് വിഷചികിത്സ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ഈ പറയുന്ന ഗരുഡ മുദ്ര എന്ന് പറയുന്നത്. ആ മുദ്ര ഏകദേശം ഇങ്ങനെയായിരിക്കുക, ഗരുഡനെ പോലെ. ഈ മുദ്ര കാണിച്ചിട്ട് അതിനുള്ളിലുള്ള നെഗറ്റീവുകളെല്ലാം ഇല്ലാതാക്കുന്നു. ഗരുഡൻ വിഷങ്ങളെ ഇല്ലാതാക്കുന്ന ആളാണെന്നാണ് പറയാം. അതിനുശേഷം കാമധേനുവിന്റെ അകിടിൽ നിന്ന് ചുരത്തുന്ന അമൃത് പോലെ നൈവേദ്യം മാറണമെന്ന സങ്കല്പത്തിൽ സുരഭി മുദ്ര കാണിക്കും. ആ മുദ്രയും ഇതുപോലെ കാമധേനുവിന്റെ അകിടിന്റെ, പശുവിന്റെ അകിടിന്റെ ആകൃതിയിലുള്ള ഒരു മുദ്രയാണ്. ആ മുദ്രയും കൂടെ കാണിച്ച് ഇത് അമൃതാക്കിയിട്ട് ഭഗവാനെ അങ്ങിങ്ങോട്ട് നോക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേത്രമന്ത്രം കൊണ്ട് പുഷ്പങ്ങൾ അർച്ചിക്കുന്നു. നേത്രായ നമഃ എന്ന് പറയുന്നു. രസന, നമുക്ക് രുചി വേണമല്ലോ, ആ രുചിയെ ആകർഷിക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ നിവേദ്യം ദേവന് സമർപ്പിക്കുന്നത്. നിങ്ങൾ നിവേദ്യം സമർപ്പിക്കുന്നോ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, നിവേദ്യം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇപ്പൊ പാൽപായസമാണ് ഗുരുവായൂരപ്പന് പൂജയ്ക്ക് സമർപ്പിക്കുന്നതെന്നിരിക്കട്ടെ.
പാൽപായസം സമർപ്പയാമി എന്ന് ഒരു തന്ത്രശാസ്ത്രവും പറയാൻ എഴുതി വെച്ചിട്ടില്ല. ശർക്കര പായസം അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മേ ഇതാ ശർക്കര പായസം നിവേദയാമി എന്നല്ല പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ആ നിവേദ്യത്തെ അതിന്റെ വടക്കുഭാഗത്ത് നിന്നിങ്ങനെ ഒരു പ്രത്യേക രീതിയുണ്ട്, അതിന് ഞാൻ വിസ്തരിക്കുന്നില്ല, എടുത്തിട്ട് പഞ്ചപ്രാണമുദ്രയാണ് അവിടെ ചൊല്ലുന്നത്. ആ മുദ്ര ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ. ഇതാണ് പഞ്ചപ്രാണമുദ്രകൾ. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ പ്രാണനുള്ളത് ഇതുപോലെ തന്നെ ആ ദേവതയുടെ ശരീരത്തിലും പ്രാണനുണ്ടെന്നാണ് സങ്കല്പം നമ്മുടെ തന്ത്രശാസ്ത്രം പറയുന്നത്. കാരണം എന്താ? മനുഷ്യനെ പോലെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും ആ ദേവതയ്ക്കുണ്ട്. അപ്പൊ ഈ നിവേദ്യത്തെ തൊട്ടുകൊണ്ട് തന്ത്രിയോ മേൽശാന്തിയോ ചൊല്ലുന്നത് എങ്ങനെയാണ്? പ്രാണായ സ്വാഹ. അപ്പൊ പ്രാണായ സ്വാഹ എന്നാ പറയണമെങ്കിൽ ഈ നിവേദ്യം പാൽപായസമാണോ? അല്ല, ജീവനുള്ള നമ്മൾ തന്നെയാണ്. ആത്മസമർപ്പണമാണ് നൈവേദ്യം. എല്ലാ മതങ്ങളും പറയുന്നുണ്ടല്ലോ ആത്മബലി, ബലി അർപ്പിച്ചു എന്നൊക്കെ ബൈബിളിലും ഖുറാനിലും ഒക്കെ പറയും. ഈ സമർപ്പണമാണിത്, ആത്മബലി തന്നെയാണത്. തന്നെ തന്നെ സമർപ്പിക്കുകയാണ് പൂജയെല്ലാം കഴിയുമ്പോൾ. അപ്പൊ ഈ നിവേദ്യം ജീവനുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രതീകമാണ്, ആത്മാവിന്റെ പ്രതീകമാണ്, നമ്മുടെ തന്നെ പ്രതീകമാണ്. ഈ പ്രാണായ സഹ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ലയിപ്പിച്ചു കഴിഞ്ഞു. അത്രയും കഴിയും പിന്നെ രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ല നിങ്ങളൊരു പായസം വഴിപാട് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഭരിക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, മറ്റൊരു വഴിപാട് പോലെയല്ല. ഈ പഞ്ചപ്രാണനെ സമർപ്പിക്കുമ്പോൾ ആ നൈവേദ്യത്തിലിരിക്കുന്ന ആ ദ്രവ്യം ഒരിക്കലും ഒരു പാൽപായസമോ അല്ലെ ഉണ്ണിയപ്പമേ അല്ല. ആരാണോ സമർപ്പിക്കുന്നത് ആ ആള് തന്നെ ആവുകയാണ്. നമ്മൾ റെസിപ്റ്റ് എടുത്തിട്ട് തിരുമേനിയാ ചെയ്യുന്നെങ്കിലും ആയിരിക്കുന്ന നൈവേദ്യം നമ്മുടെ പ്രതീകമായി മാറുകയാണ്. അതാണ് ആത്മസമർപ്പണം എന്ന് പറയുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന് വളരെ തൃപ്തിയാവും. നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാനായിട്ട് സാധ്യമേ അല്ല. അപ്പൊ നമുക്ക് വീട്ടിലായാലും നമ്മുടെ അച്ഛനൊക്കെ സന്തോഷിച്ചിരിക്കും. നമ്മൾ എന്ത് പറയും? അതെ, ആ വടക്കേപ്പാടത്തെ ആ ഒരു 10 സെന്റ് സ്ഥലമില്ലേ, കർണായ സ്ഥലമാണ്, പക്ഷെ അത് എന്റെ പേരിലൊന്ന് എഴുതി തരണം, കുറച്ച് പ്രായമായി കഴിയുമ്പോഴേ എന്ന് പറയും നമ്മൾ. അതുപോലെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊന്ന് ദേവൻ ഇതെല്ലാം കഴിച്ചൊന്ന് ഇരിക്കുമ്പോൾ സോപ്പിടാൻ പറ്റുന്ന സമയമാണ് നടയടച്ച് പൂജിക്കുന്ന ആ സമയം. ആ സമയത്തിന് നമ്മൾ പറയും സോപാന സംഗീതമൊക്കെ ചൊല്ലണം, അല്ലേ? അവിടെ കൊട്ടിപ്പാടി സേവയുണ്ട് സോപാന സംഗീതത്തിനൊപ്പം തന്നെ. പ്രസന്ന പൂജ എന്നാ പറയാം. ദേവനെ പ്രസന്നനാക്കുന്ന പൂജ. നിവേദ്യമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് തൃപ്തിയായിട്ടിരിക്കും. ആ സമയത്ത് മുറുക്കും ചിലരല്ലേ. അതുകൊണ്ടാണ് ആ സമയത്ത് ആഭൂപാദികൾ നിവേദിക്കുന്നു, അപ്പം നിവേദിക്കുന്നു, അട നിവേദിക്കുന്നു, താമ്പൂലം നിവേദിക്കുന്നു. താമ്പൂലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മുറുക്കാനാണ്. ആ മുറുക്കാനൊക്കെ കഴിച്ചിട്ട് ആ സമയത്ത് നമ്മൾ ആ നടയിൽ നിന്ന് നടയടച്ചിരിക്കുമായിരിക്കും. തിരുമേനി അകത്ത് പുഷ്പാഞ്ജലി കഴിക്കുമായിരിക്കും. ആ സമയത്താണ് നമ്മൾ റെസിപ്റ്റ്, നമ്മുടെ പേരും നാളൊക്കെ എഴുതി അവിടെ വെക്കുക. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം ആ സമയത്ത്, എൻ്റെ അമ്മേ എനിക്ക് ഇന്ന ഇന്ന കാര്യമുണ്ട്, സാധിച്ചു തരണേന്ന്. ചിലർ പറയാറുണ്ട് അങ്ങനെ പറയണ്ട, എല്ലാം അറിയുമല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നമുക്ക് പ്രാർത്ഥിക്കാം, സാധിച്ചു തരണേ. നമ്മൾ പിന്നെ ആരോട് പോയി പറയും? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊരാവശ്യമുണ്ട്, ഒന്നും വേണ്ട, എന്റെ മുട്ടിന് വേദനയാന്ന് ഒരു മുത്തശ്ശിക്ക് തോന്നുമ്പോൾ എല്ലാം അമ്മയ്ക്കറിയാം, മാറ്റി തരുമെന്ന് ഉള്ള ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞിനോട് എന്നതുപോലെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കത്തില്ലേ? അമ്മേ എന്റെ വേദന മാറ്റിത്താ അമ്മേ, ഞാൻ ആരോട് പറയും? അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ ദേവത നമ്മളിലേക്ക് വരുന്ന ഒരു വല്ലാത്ത അനുഭൂതിയിലേക്ക് നമുക്ക് ലയിച്ചു ചേരാനായിട്ട് സാധിക്കും. ദേവത എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർക്കുക. മാസത്തിലൊരിക്കൽ ശബരിമലയിലോ ഗുരുവായൂരോ പോയി ചെന്ന് തൊഴുമ്പോൾ ആ 4 മതിൽക്കകത്തിരിക്കുന്ന ഒരു സനാതന സത്യം മാത്രമല്ല, അതുകൂടിയാണ്. പക്ഷെ അത് മാത്രമല്ല, അയ്യപ്പൻ നിന്റെ അകത്തോ എന്നാണ് നമ്മൾ പറയുക, അല്ലേ? എരുമേലി ചൊല്ലു നോക്കി അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും അകത്തിരിക്കുന്ന ആ ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഒരു സ്ഥലത്തു മാത്രം കുടികൊള്ളുന്നില്ല, അവിടെയും ഇരിപ്പുണ്ട്, എവിടേക്കും ഇരിപ്പുണ്ട്, എല്ലായിടത്തും ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പ്രഹ്ലാദന് പറയാനായിട്ട് സാധിച്ചതും അത് പറഞ്ഞ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെട്ടതും നരഹരിയായിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ തന്നെ
ഒരു പ്രതീകമായി ഈശ്വര സങ്കല്പം മാറുന്നിടത്താണ് ഇതെല്ലാം വിജയിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് നമ്മുടെ തന്ത്രശാസ്ത്രമാണ്. നമ്മൾ തന്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കേരളീയ തന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ക്ഷേത്ര സംബന്ധമായിട്ടാണ് പറയാം. പക്ഷെ ഭാരതീയമായ താന്ത്രിക പരികല്പന എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലാണ്. ഈ തന്ത്രം എന്ന വാക്കിന് പലതരത്തിലുള്ള നിർവചനമുണ്ട്. അതിലൊരു പ്രധാന നിർവചനം തനു എന്ന വാക്കിൽ നിന്നാണ് തന്ത്രം ഉണ്ടായതെന്ന് പറയാം. തനു എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. ഈ ശരീരം, നമ്മുടെ ഈ ശരീരം കൊണ്ട് സാധിച്ചെടുക്കാനായി എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്ത്രശാസ്ത്രം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും എന്നാ പറയാ. തന്യതേ വിസ്താരിതേ ജ്ഞാനം അനേന ഇതി തന്ത്രം എന്നാ പറയുന്നത്. അപ്പൊ താന്ത്രികമായിട്ടുള്ള സാധനകളിലൂടെ നമ്മൾ ഈ പറയുന്ന പോലെ ശ്രീചക്ര ഉപാസന ചെയ്യണമെന്നോ അല്ലെങ്കിൽ താന്ത്രികരൊക്കെ ചെയ്യുന്ന അത്രയും കർമ്മങ്ങൾ ചെയ്യണമെന്നും വേണ്ട. നമ്മുടെ മനസ്സതിന് സജ്ജമാക്കി മാറ്റുക. നമ്മുടെ മനസ്സിൽ ആ സാക്ഷാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ദേവതാ സങ്കല്പവുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകണം. ഭാരതീയ ദർശനം പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഈശ്വര സങ്കല്പത്തോട് അദമ്യമായ താല്പര്യം ഉണ്ടാകണമെന്നാ പറയാം. ഭാഗവത ഭക്തിയൊക്കെ വർദ്ധിച്ചതോടുകൂടി, സപ്താഹയജ്ഞങ്ങൾ വന്നതോടുകൂടി മിക്കവരും ശ്രീകൃഷ്ണ ഭക്തിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു സങ്കല്പം അനുസരിച്ചിട്ട് ഈ കുലദേവത ആരാധനയൊക്കെ വന്നപ്പോൾ ഭദ്രകാളി, ദുർഗാ ഭഗവതി ഒക്കെ നമ്മൾ ഉപാസിക്കാറുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുന്ന ദേവത ആരാണോ ആ ദേവതയുമായിട്ട് നിങ്ങൾക്ക് മുൻജന്മത്തിൽ ബന്ധമുണ്ടായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ആ ദേവതയോട് അടുപ്പം ഉണ്ടാവുകയില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു വിഷമം വരുമ്പോൾ വളരെ വേഗത്തിൽ ആരെയാണോ വിളിക്കുന്നത്, ഏത് ദേവതയാണോ നിങ്ങളുടെ ഇടനെഞ്ചിലേക്ക് ഓടിയെത്തുന്നത്, ആ ദേവത നമ്മുടെ മുൻജന്മത്തെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഈശ്വര സങ്കല്പം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. കാരണം മനസ്സാണ് അതിന്റെ അടിസ്ഥാനം. മനസ്സ് ചന്ദ്രനാണ്. ചന്ദ്രന്റെ ആ പ്രതീകമായ മനസ്സിലേക്ക് ഏത് സങ്കല്പങ്ങളൊക്കെ വരുന്നുണ്ടോ അതെല്ലാം മുൻജന്മത്തെ നമ്മളുമായി ബന്ധപ്പെട്ടതാണെന്നാ പറയാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, എപ്പോഴും എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത് ഏത് ദേവതാ സങ്കല്പമാണ് എന്ന്. ആ ദേവതയെ നമ്മൾ മുറുക്കെ പിടിക്കുക. എന്നും നമ്മൾ സഹസ്രനാമം ചിരിക്കണം. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നാമജപം പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ 10-22 വയസ്സായ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നാമം ജപിക്കാറുണ്ടോ? ഇപ്പൊ ചില കുട്ടികൾ പറയും, മാഷേ അതിപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിൽ ജപിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ ഇല്ല, പണ്ട് ജപിക്കുമായിരുന്നു, ഇപ്പൊ സമയമില്ല. എന്തുകൊണ്ടാണ്? കുടുംബവിളക്ക് ഉൾപ്പെടെയുള്ള പല സീരിയലുകളും ഉണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വിളക്ക് അവിടെ കത്തിച്ചു വെക്കും. ആ ടിവിയുടെ മുമ്പില് ഇതുപോലെ കസേരയിട്ട് ഇരിപ്പുണ്ടാവും. സീരിയലും കാണാം, നാമവും ജപിക്കാം. ഇതാണ് പല വീടുകളിലും വരുന്നതെന്ന് പല ബാച്ചിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ചില കുട്ടികൾ ഇപ്പൊ ഞാൻ MA ക്ലാസ് എടുക്കുമ്പോൾ ഹരിനാമകീർത്തനം പഠിപ്പിക്കണം. MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഹരിനാമകീർത്തനം പഠിപ്പിക്കാനുണ്ട് ആദ്യത്തെ സെമസ്റ്ററിൽ. അപ്പൊ ചില കുട്ടികൾ ഇത് കാണാതെ ചൊല്ലുന്നുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ചില വീടുകളിൽ ഇത്ര അനുഷ്ഠാനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റു ചില വീടുകളിലോ ഇത് പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കുളിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ചില കുട്ടികളോ, സാറേ ഞങ്ങൾ വൈകുന്നേരമേ കുളിക്കാറുള്ളൂ സാറേ. അല്ല, ഈ കോളേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മുഷിയുമല്ലോ, പിന്നെ ഒരു കുളി മതിയല്ലോ വൈകുന്നേരം എന്നാ പറയാം. അപ്പൊ ഞാൻ പിന്നെ അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ, അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടെ ഞാൻ ഇവിടെ പറയുന്ന പോലല്ല, അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ശരീരശുദ്ധിയുടെ ആവശ്യത്തെ കുറിച്ചൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കുട്ടികൾ അതിലൊക്കെ മാറ്റമൊക്കെ വന്ന് പ്രത്യേകമായിട്ട് വന്നെന്നല്ല ഞാൻ പറഞ്ഞ് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ ആചാരങ്ങൾ മാറിപ്പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് ആചാര്യന്മാരുടെ പ്രശ്നം അതിനകത്തുണ്ട്. ആചിനോദിക ശാസ്ത്രാർത്ഥാൻ ആചാര്യ സ്ഥാപിയത്യപി സ്വയം ആചരതേ തസ്മാത് ആചാര്യ ഇത് കഥിതയെന്നാണ്. ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വയം മനസ്സിലാക്കിയ ശേഷം തന്റെ സ്വജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്ത് തന്റെ ഫോളോവേഴ്സിനോട്, തന്നെ പിന്തുടരുന്നോട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ആളാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആചാര്യന്മാരുടെ അഭാവം, ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആചാര്യന്മാരുടെ ഒരു വലിയ നീണ്ട നിര എല്ലാ കാലത്തുമുണ്ട്. അതിന് നല്ലവരുമുണ്ട് കേട്ടോ, തീർച്ചയായും നല്ല ആൾക്കാരുമുണ്ട്. അപ്പൊ നല്ല നല്ല ആൾക്കാർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠാപൂർണമായ ഒരു സമ്പ്രദായം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് 2 നേരവും നമ്മൾ വിളക്ക് കത്തിക്കണമെന്നാണ് പറയുന്നത്. നിലവിളക്ക് കത്തിക്കേണ്ട അത്യാവശ്യമാണ്. പ്രായോഗിക ജീവിതമാണ് ഞാൻ ഈ പറയുന്നത്. വിളക്ക് കത്തിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിരിയിൽ നിന്നും
ഒരു നാദം ഉണ്ടാകുന്നുണ്ടെന്നാ പറയാം. ശ്രദ്ധിച്ചാൽ ഓംകാരമാണ് ആ നാദം എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ചാലും അഗ്നി ജ്വലിപ്പിച്ചു കഴിയുമ്പോഴേക്കും പ്രണവം ഓം എന്ന് പറയുന്ന മഹാശബ്ദം, ആ ഉ മ അല്ലെ, നമുക്കറിയാം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കുറിക്കുന്ന ആ മഹാമന്ത്രം തന്നെയാണ് ഓംകാരം. താന്ത്രിക സാധനയിൽ ഓംകാര ഉപാസനയൊക്കെ വളരെ പ്രസക്തമാണ്. ഓംകാരം കൊണ്ട് നാഡി ശുദ്ധി വരുത്തണം, പ്രാണായാമം നടത്തണം എന്നൊക്കെ പറയും. ഓംകാരം ചെറിയൊരു കാര്യമല്ലല്ലോ. ആ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ എന്ന് നിങ്ങൾ ഓർക്കുക, അല്ലെ നമ്മൾ ഓർക്കുക, കത്തിച്ചു വെക്കുന്ന വിളക്ക് ഓംകാരം ജപിക്കുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മളും വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് ഓംകാരം ജപിക്കണം. വെറുതെ ഓം ഓം തന്നെ ജപിക്കേണ്ടത്, ഓം എന്ന് നമ്മൾ നീട്ടി തന്നെ ജപിക്കണം. ഇഷ്ടദേവതകളെ തീർച്ചയായും വന്ദിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം, രാവിലെയും വൈകിട്ടും. ഇനി രാവിലെ പറ്റുന്നില്ല, വിളക്ക് കത്തിച്ചിട്ട് വൈകുന്നേരമെങ്കിലും അരമണിക്കൂർ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ച്, വാട്സപ്പ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നാമം ജപിക്കണം. വിഷ്ണുവിന്റെയോ ലളിതാദേവിയുടെയോ സഹസ്രനാമം നമ്മൾ എല്ലാ ദിവസവും ജപിക്കണം. ഇപ്പൊ നമ്മൾ ഗ്രഹസ്ഥനാണെങ്കിൽ, നമ്മളെല്ലാം ഗ്രഹസ്ഥനാണ്, നമ്മളെല്ലാവരും ലളിത സഹസ്രനാമം നമ്മൾ ജപിക്കണം എന്നാ പറയാ. ഐശ്വര്യത്തിന്റെ തന്നെ അതിദേവതയായിരിക്കുന്ന അമ്മ എല്ലാ ദിവസവും ലളിത സഹസ്രനാമം നമ്മൾ ജപിച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുമെന്നാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മുത്തശ്ശി ആയിട്ട് അമ്മയുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ഒരു അമ്മയായിട്ട് ആ സാക്ഷാൽ പരാശക്തി വിദ്യുത്താനത്തെ അമ്മ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ എന്തിനെ ഭയക്കണം എന്ന് ആലോചിച്ചേ. നാളെ എന്താകുമെന്ന് ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ നാളെ ഏതൊക്കെ പ്രശ്നത്തിൽ ചെന്ന് പെടും ഒന്നും വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരിക്കലും പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം എന്താണ്, നമുക്ക് അനുഭവമായിട്ട് നമ്മുടെ കൂടെ ഈശ്വരനുണ്ട്, അമ്മയുണ്ട്. ആ കൂടെ അതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ഭയക്കണം? നാളെ എന്താകുമെന്ന് നമ്മൾ എന്തിനു പേടിക്കണം? ഒരു പ്രശ്നവും വരില്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ ചില അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, ഇത് ഇത്രയും ഞാൻ നാമം ജപിച്ചിട്ടും എല്ലാ ദിവസവും നിർമ്മാല്യം തൊഴുതിട്ടും എന്താണ് ഇത് സംഭവിച്ചത്? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കണ്ണിൽ കൊള്ളാനുള്ള പല അനുഭവങ്ങളും കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വെറുതെ പറയുന്നതേ അല്ല, അനുഭവങ്ങൾ വ്യക്തിപരമായതുകൊണ്ട് പറയാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ണിൽ കൊള്ളാനുള്ള പലതും പിരികത്ത് കൊണ്ടുപോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. നമുക്കെല്ലാം ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന മഹാത്മാക്കളായ ജ്യേഷ്ഠ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ കേട്ടിട്ടുണ്ടാവും. നാമജപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അനിർവചനീയമാണ്. ജപിക്കുന്ന ആളെ സംരക്ഷിക്കുന്നതാണ് നാമജപങ്ങൾ എന്ന് പറയുന്നത്. അസ്ത്രമന്ത്രം പോലെയാണ്. സീരിയലിനകത്തൊക്കെ കണ്ടിട്ടും, പുരാണ സീരിയലിനകത്ത് ചില മന്ത്രങ്ങളൊക്കെ ജപിച്ച് തൊടുത്തുവിടും. ബ്രഹ്മാസ്ത്രം, വാരുണാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിന്റെ പവറാണത്. മനസ്സിന്റെ പവറുള്ള ആള് നോക്കി സ്ഫടിക പാത്രം പൊട്ടിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്തെ കഥയല്ല ഞാനീ പറയുന്നത്, ഈ കാലത്തും. കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കത്തില്ല. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിനകത്ത് സർപ്പിൾ ആകൃതിയിൽ, അതായത് സർപ്പം പോലെ ചുറ്റി പിണഞ്ഞാണത് കിടക്കുന്നത്, താഴ്ഭാഗത്താണത് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ കുണ്ടലിനിയൊക്കെ ഉറങ്ങിയാണ് എപ്പോഴും കിടക്കുക, സുഷുപ്തി അവസ്ഥയിൽ. ആ യോഗശക്തി കൊണ്ട്, പ്രാണായാമം കൊണ്ട്, താന്ത്രിക സാധന കൊണ്ട് അത് ഉണർത്തുമ്പോൾ സർപ്പം ചീറ്റി എഴുന്നേക്കുന്നത് പോലെ അത് എഴുന്നേക്കും. ആ കുണ്ടലിനി ഉണർന്ന് നമ്മുടെ ഉള്ളിൽ ബ്രഹ്മരന്ധ്രാനുഭൂതിയിലേക്ക് നമ്മളെ എത്തിക്കും എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ചുമ്മാ പറയുന്നതാണ്. അങ്ങനെയല്ല. കേരളത്തിലെ സമകാലികമായിട്ടുള്ള അവസ്ഥയിലെ പല ആചാര്യന്മാരും അവരുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ ഇത്തരത്തിൽ കുണ്ടലിനി ഉണരുന്നതും അവർക്ക് നാളുകളെ കുറിച്ച് കടന്നു ചിന്തിക്കാൻ സാധിക്കുന്നതും ഒക്കെ അവർ അനുഭവത്തിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. വെറുതെ പറയുന്നതല്ല, അത് അനുഭവ സഹിതം നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കൃത്യമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ നന്ദനം സിനിമ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, അല്ലെ? കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പം വളരെ പ്രസിദ്ധമായ ഡയലോഗ് അതിനകത്തുണ്ടല്ലോ, ഞാനേ കണ്ടുള്ളൂ, അല്ലെ? എല്ലാവർക്കും അതറിയാം. ശരിയാണ്. ആ നവ്യ നായർ എന്ന കഥാപാത്രത്തിൽ പറയുന്നത്, ആ കഥാപാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അത് അവരുടെ അനുഭവമാണത്, അവരുടെ അനുഭൂതിയാണത്. അത് കൂടെയുള്ള ഭർത്താവിനോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആധ്യാത്മികത എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മൾ പറയാറില്ലേ, തൊഴുതു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി വന്നു. അമ്മ പ്രത്യക്ഷത്തിൽ വന്നതുപോലെ എനിക്ക് തോന്നി.
കേൾക്കുന്നവൻ പറയാം നമുക്ക് വേറെ പണിയൊന്നുമില്ല, സീരിയൽ കണ്ടതാ, ഭഗവാന്റെ സീരിയൽ കണ്ടതാ, അല്ലെ വൈകുന്നേരം മാളികപ്പുറം സീരിയൽ കണ്ടതാ, ഇത് തോന്നല. ഇതൊക്കെ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. സ്പിരിച്വാലിറ്റി അഥവാ ആധ്യാത്മികത, ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അങ്ങ് ലയിച്ചു ചേർന്നിരിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഭക്തി കൊണ്ട് എന്ത് ചെയ്താലും അതിനൊരു ദോഷവുമില്ല. നമ്മൾ പറയില്ലേ, ഞാൻ ചെയ്ത് തെറ്റായി പോയോ? എപ്പോഴും ഈ ജ്യോത്സ്യന്മാർക്കൊക്കെ വലിയ മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചില പേഴ്സണലായിട്ട് നമ്മുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ചില അധ്യാപകർക്ക് ജ്യോത്സ്യം അറിയാം. അപ്പൊ അവരോടൊക്കെ എപ്പോഴും വിളിച്ചു ചോദിക്കും ചിലര്, എന്നെ സാറേ ഇങ്ങനെ ചെയ്തു, അത് തെറ്റായി പോയോ? 3 തിരി വിളക്ക് കത്തിക്കാൻ പറഞ്ഞ് 4 തിരിയായി, ഒന്ന് കെട്ടുപോയി, ചുമ്മാ ഓരോന്ന് ചോദിക്കുക. ഭക്തി കൊണ്ട് എന്തു ചെയ്താലും, നിങ്ങൾക്ക് ഒരു വിളക്ക് വെച്ചു, എത്ര തിരി വേണേലും ഇട്ട് കത്തിച്ചോളൂ. ഭക്തി പുരസ്സരമാണ്. ഭക്തിയുടെ മുമ്പിൽ വിധിയും തോറ്റുപോകും. ഇപ്പൊ നമ്മളെ നിവേദ്യം സമർപ്പിച്ചിട്ട്, പക്ഷേ നമ്മള് പ്രാണായ സ്വാഹ എന്നുള്ള മന്ത്രം എനിക്കറിയില്ല, പ്രാണാഹൂതി മുദ്ര അറിയില്ല. ഞാൻ പറഞ്ഞു, എന്റെ കണ്ണാ, ഈ ഉണ്ണിയപ്പം മുഴുവൻ ഈ അഷ്ടമി രോഗിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചതാണേ, എനിക്ക് മന്ത്രം അറിയില്ല, പൂജ അറിയില്ല, പക്ഷേ നിനക്ക് സമർപ്പിക്കാനായി ഞാൻ തന്നെ പാകം ചെയ്തെടുത്ത ഉണ്ണിയപ്പമാണിത്, നീ ഒന്ന് കഴിച്ചൂടെ കണ്ണാ, സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു താന്ത്രികൻ പ്രണാഹൂതി മുദ്ര കാണിച്ച് സമർപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ കണ്ണൻ 2 കൈ നീട്ടി തരും. തന്നോളൂ, തന്നോളൂ, ആവോളം തന്നോളൂ, ഞാൻ കഴിച്ചുകൊള്ളാം എന്ന് പറയും. അതാണ് ഭക്തിയുടെ പ്രാധാന്യം. അതുകൊണ്ടാണ് പൂന്താനത്തെ, ഭക്തകവിയായ പൂന്താനത്തെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയി. 100 വയസ്സിൽ മേളിൽ ജീവിച്ചിരുന്ന ആളാണ് പൂന്താനം. അദ്ദേഹത്തിന്റെ ഈ ഭക്തി ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഭാര്യ പറയുന്നത് വെറുതെയാണ്, ഭ്രാന്ത് പുലമ്പുന്നു എന്നാ പറയുക. പക്ഷെ വേലക്കാരിക്ക് മനസ്സിലായി ഭ്രാന്ത് പുലമ്പുന്നൊന്നും അല്ല, ഭഗവാൻ കൂടെയുണ്ട് എന്ന്. അപ്പൊ പോകുന്ന സമയമായപ്പോ അദ്ദേഹം പറഞ്ഞു, മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെ ഞാൻ പൂജിക്കാൻ പോവുകയാണ്, ഭഗവാൻ ഇവിടെ വരും. ഭാര്യ പറഞ്ഞ, എന്തായാലും 100 വയസ്സൊക്കെ ആയില്ലേ, ഇങ്ങനൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയാം. വേലക്കാരി പറഞ്ഞു, തിരുമേനി, ഞാൻ എല്ലാം ഒരുക്കി വെക്കട്ടെ, പൂജിക്കാനുള്ളത്, പാൽപ്പായസം തയ്യാറാക്കട്ടെ, തുളസീതീർത്ഥം തയ്യാറാക്കട്ടെ, മഞ്ഞപ്പൊട്ടുടയാട കൊണ്ടുവരട്ടെ, ചെത്തിമന്ദാരവും തുളസിയും ഒക്കെ ചേർത്തുകൊണ്ട് ആ കണ്ണന് മനമായി ഒരുക്കട്ടെ എന്ന് പറയുകയാണ്. ഒരുക്കിക്കോളൂ, വേഗം ഒരുക്കിക്കോളൂ, ദാ അങ്ങ് ദൂരേന്ന് ചിറകടി ഒച്ച കേൾക്കാം, ഗരുഡൻ വരുന്നുണ്ട്. കണ്ണൻ വരുമ്പോ വനമാലയുടെ വശ്യസുഗന്ധം അവിടെ മുഴുവൻ നിറഞ്ഞു നിൽപ്പുണ്ട്. എനിക്കത് അനുഭവവേദ്യമാവുന്നുണ്ട്. യാത്രാക്ഷീണം അകറ്റാൻ ഓടക്കുഴൽ കൊണ്ട് മധുരമായിട്ട് അദ്ദേഹം പാടുന്നുണ്ട്. കണ്ണൻ എത്താറായി, കണ്ണൻ എത്താറായി എന്നാണ് പറയുന്നത്. അവിടെ വന്നു. നിങ്ങൾ നോക്കിക്കോളൂ, അല്ലെ നമ്മൾ നോക്കിക്കോളൂ, നമ്മുടെ ഭക്തി കഥകളിലെല്ലാം തന്നെ ധാരാളം ആചാര്യന്മാര് ഭഗവാനിൽ മോക്ഷം അടഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ആചാര്യൻ പോലും, അല്ലെ ഒരൊറ്റ ഭക്തൻ പോലും ഉടലോടെ, ആ ശരീരത്തോടെ ജനിച്ചാൽ നമ്മൾ പറയും മരിക്കണം, പിന്നെ ശരീരം അഴുകിപ്പോകും, അപ്പൊ നമ്മൾ പറയും സത്തുപോയി എന്നാ പറയാ. ഉത്സവമൊക്കെ വരുമ്പോൾ കരിമ്പിന്റെ ജ്യൂസ് വിൽക്കുന്നുണ്ടാവും അല്ലെ, കരിമ്പിന്റെ ജ്യൂസ് മാറ്റിയിട്ട് ലാസ്റ്റ് അവശേഷിക്കുന്ന സാധനം അതാണ് കളയുന്നത്, അത് കളയും. അപ്പൊ നമ്മൾ എന്ത് പറയും, സത്ത് എടുത്തിട്ട് അഴുക്ക് അവശിഷ്ടം കളഞ്ഞു. നമ്മുടെ ശരീരം ഇങ്ങനെ തന്നെയാണ്. സത്തുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ചത്തുപോയി എന്ന് പറയും. ഏതാ വലിയ പണ്ഡിതനായാലും മഹാഭക്തനായാലും ശരീരം ഉപേക്ഷിച്ചിട്ടേ പോയിട്ടുള്ളൂ, ആത്മാവാണ് ലയിച്ചിരിക്കുക. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, പൂന്താനത്തെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയി, അഥവാ ഭഗവാന്റെ ആ ലോകത്ത് കൊണ്ടുപോയി എന്നാ. സംശയം വേണ്ട. പെരിന്തൽമണ്ണയിലെ പൂന്താന ഇല്ലത്ത് പോയി കഴിയുമ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു ഏരിയ തിരിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പൂന്താനം തിരുമേനിയെ ഗുരുവായൂരപ്പൻ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയ ഇടം. യൂട്യൂബിലൊക്കെ ഇപ്പം കാണും കേട്ടോ, നേരിട്ട് പോകണമെന്നില്ല, യൂട്യൂബിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ പോയി ചെയ്തവർ. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ശരീരം അവിടെ നിന്ന് അടക്കം ചെയ്തിട്ടുമില്ല, അവിടെ നിന്ന് അപ്രത്യക്ഷനായി പോവുകയായിരുന്നു. ആർക്കും, ഒരു ഭാരതീയ ഭക്തകവിക്കും കിട്ടാത്ത അസുലഭമായ അനുഭവമാണ്, മഹാഭാഗ്യമാണ് പൂന്താനത്തിനുണ്ടായത്. അതുപോലെ ഭക്തനായിരുന്നു. അപ്പൊ നമുക്കൊക്കെ ഈ ഒരു അനുഭവം, ഉടലോടെ സ്വർഗത്തിൽ പോകാനുള്ള അനുഭവമല്ല, ഈ ഭഗവാൻ നമ്മുടെയൊക്കെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിഷ്കപടമായ ഭക്തി മാത്രം മതി. അതിന് വലിയ സാധകനായി തീരണമെന്നൊന്നുമില്ല. ഈ ഭഗവാൻ എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം ഞാൻ വായിച്ചു ഓർക്കുകയാണ്. ഭക്തപ്രിയ മാസികയിൽ വന്നതാണ്. ഒരു ഭാര്യയും ഭർത്താവും, കുട്ടികളില്ല അവർക്ക്. ഏതോ ഒരു ആചാര്യൻ അവർക്കൊരു വേണുഗോപാലമൂർത്തിയുടെ വിഗ്രഹം കൊടുത്തു. അപ്പൊ അവർക്കൊരു 40-45 വയസ്സായി. അവർ വീട്ടിൽ ഈ കൃഷ്ണനെ വെച്ച് അവർക്ക് അറിയാവുന്ന പോലെ പൂജിക്കാൻ തുടങ്ങി. തനിക്കൊരു മകനുണ്ടെങ്കിൽ എങ്ങനെ അതിനെ സ്നേഹിക്കുമോ അതുപോലെ ഈ പഞ്ചലോകത്തിൽ തീർത്ത കൃഷ്ണനെ പൂജിക്കാൻ തുടങ്ങി. അതിന് അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പനി പിടിക്കുമോ എന്ന് ചിന്തിച്ച് തോർത്തുകൊണ്ട് തുടയ്ക്കും. ചന്ദനം കൊണ്ട് കുറി വരയ്ക്കും. ഒരു കൗപീനം ധരിപ്പിക്കും. ഭഗവാന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് പാലും വെക്കും. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എവിടെ നിന്നോ ഒരു ലക്ഷ്മി ചക്രം മേടിച്ചു കൊണ്ടുവന്ന് വെച്ചു ഭഗവാന്റെ അടുത്ത്. അന്നു മുതൽ അവർക്ക് എന്തൊക്കെയോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, ഈ ചെയ്യുന്ന ശരിയാവുന്നില്ല എന്നൊരു തോന്നലുകളൊക്കെ വരികയാണ്. എന്തോ പ്രശ്നം പോലെ. അപ്പൊ എന്തായാലും ഭഗവാനാണ് എല്ലാത്തിനും ആധാരം. അതുകൊണ്ട് നമുക്ക് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് നോക്കാം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ രസകരമായ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചത്. എന്നോ ഒരു ഗ്ലാസ് പാല് കൃഷ്ണന് മുമ്പിൽ വെക്കുന്നുണ്ടല്ലോ, ഈ ലക്ഷ്മി ദേവി വന്ന് പിന്നെ ആ പാല് കൃഷ്ണന് കിട്ടുന്നില്ല. അതിൽ 3/4 പങ്ക് ലക്ഷ്മി ദേവി കുടിക്കുകയാണ്. കൃഷ്ണന് വിശപ്പ് കൂടി 2 ഗ്ലാസ് ആക്കണം പാല് എന്നാണ് അവർ പറഞ്ഞത്. നമ്മളാണെങ്കിലോ വിഗ്രഹം വീട്ടിൽ വെച്ച് പൂജിക്കാമോ? ഇപ്പൊ ഉള്ളൊരു ചോദ്യം, നമ്മൾ ഈ സപ്താഹവേദിയിലൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഓടക്കുഴലിൽ വെക്കാമോ? നമുക്കറിയേണ്ട അതൊക്കെ. ഓടക്കുഴലിൽ വെക്കാമോ? ഇനി ഭഗവാൻ എത്ര കുതിരകളെ പൂട്ടിയ രഥത്തിലിരുന്നാണ് അർജുനന് ഉപദേശം കൊടുത്തത്? അല്ല, അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയണ്ട. എത്ര കുതിര അതിനകത്തുണ്ട്, ഇനി എത്ര വിളക്കത്തിരിയിട്ട് കത്തിക്കാൻ വീട്ടിൽ, ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ വിളക്കത്തിരിയിട്ട് കത്തിച്ച് നാമം ജപിക്കാനാണ് നമ്മൾ പറയുന്നത്. ആ നാമം എന്ത് ജപിക്കണം എന്നല്ല ചോദ്യം, എത്ര തിരിയില്ല. അങ്ങനെ ചെറിയ ചെറിയ ചപലമായ ചിന്തകളെ നമുക്കുള്ളൂ. ഇതിനപ്പുറത്തേക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഭഗവാന്റെ മുമ്പിൽ ഒരു ദിവസം നിവേദ്യം സമർപ്പിച്ചു, അടുത്ത ദിവസം നമുക്ക് കൊടുക്കാനില്ല. പിറ്റേ ദിവസം ഭഗവാൻ വന്ന് ചോദിക്കും, ഇന്നലെ നീ എനിക്ക് ഭക്ഷണം തന്നു, ഇന്ന് നീ എനിക്ക് തന്നില്ല, ഇത് ശരിയായോ? നിന്നോട് ഞാൻ ചോദിക്കും. അല്ല ഏതെങ്കിലും കൃഷ്ണൻ വന്ന് അല്ല ഏതെങ്കിലും ശിവൻ വന്ന് നമ്മുടെ വീട്ടിൽ ഒന്ന് ചോദിക്കൂ? ഒരിക്കലുമില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. ഈ ശാസ്ത്രം മുഴുവൻ നമുക്ക് വേണ്ടിയുള്ളൂ. നമ്മൾ ഭക്തി പുരസ്കാരം സമർപ്പിക്കൂ, അവിടുന്ന് സ്വീകരിക്കും. ഇപ്പൊ മാഷെ ഞാൻ 10 ദിവസം അമ്മയെ വന്ന് അടുപ്പിച്ച് തൊഴുതു, 11ാമത്തെ ദിവസം എനിക്ക് പറ്റിയില്ല, ദോഷമുണ്ടോ? എന്തു ദോഷം? ആ അമ്മ വിചാരിക്കും എന്റെ കുഞ്ഞ് 10 ദിവസം അടുപ്പിച്ച് എന്നെ ഒന്ന് തൊഴുതില്ലേ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അത് മതി. ഒരു ദിവസം അവന് അസുഖയും വന്നു, സാരമില്ല. അത്രയേ ഉള്ളൂ എല്ലാ കാര്യത്തിലും. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഒരിക്കലും ഈശ്വരൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയപ്പെടുത്തുന്നവരല്ല, ഭയപ്പെടുത്താൻ വേണ്ടി ഉള്ളതല്ല ഒന്നും. ആദ്യം മനസ്സിലാക്കുക. നമ്മൾ അഭയത്തിന് വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളിൽ വന്ന് ഈ പാദങ്ങളിൽ നമസ്കരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഭയമില്ലാത്ത അവസ്ഥയാണ്. എന്തിനു പോകുമ്പോഴും നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയൂ, നാമം ജപിച്ചിട്ട് നമ്മുടെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കോളൂ, കാര്യം നടക്കും എന്ന്. അത് നടന്നിരിക്കും 100%. ഒരു അപകടത്തിലും നമ്മൾ പെടില്ല, ഒരു ആക്സിഡന്റും നമുക്കുണ്ടാകില്ല. എന്ത് കാര്യത്തിന് നിങ്ങൾ പോകുന്നുവോ അത് പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കോളൂ, നാമം ജപിച്ചുകൊണ്ട് ഇറങ്ങിക്കോളൂ. ഇപ്പം ചിലർ പറയും, ആ മുമ്പിൽ വരുന്ന മനുഷ്യനെ എന്ന് കണ്ടുപോയാലും കാര്യം നടക്കില്ലെന്ന് പറയും. ആ മുമ്പിൽ വരുന്ന മനുഷ്യനിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് പൊക്കോളൂ. പൂച്ച വിലങ്ങനെ ചാടി, ആ പൂച്ചയിൽ ഭഗവാനെ കാണൂ. അതാരായി മാറി? ഈശ്വരനായി മാറി. ഈശ്വരനെ മുന്നിൽ കണ്ടിട്ട് പോയ പിന്നെ എന്തെങ്കിലും വിഷയമുണ്ടോ? നമ്മുടെ ചിന്തയുടെയാണ് പ്രശ്നം, സങ്കല്പത്തിന്റെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചിന്ത എന്തേ കാമം തം തം പ്രാപ്നോതി നിശ്ചിതം എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതായിട്ട് സങ്കല്പിക്കണം. ഒരിക്കലും നെഗറ്റീവ് ചിന്ത വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ, എന്തു ആയിക്കോട്ടെ, അത് നടക്കുമോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടെ എന്ത് വന്നു? ഒരു സംശയം, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. സംശയത്തിൻ്റെതായ ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പാടാണ്. ആചാര്യന്മാരും സാധകരും പറയുന്നത്, എന്താഗ്രഹിക്കുന്നുവോ അത് നടന്നതായി നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കണം. ഒരു വലിയ വീടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ വലിയ വീട് നിങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ താമസിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. 100ൽ 110 മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമെങ്കിൽ കിട്ടുന്ന മാർക്ക് ഷീറ്റിൽ 110 മാർക്ക് കിട്ടി ആ അധ്യാപിക നന്നായിരിക്കുന്നു, റാങ്ക് ഉണ്ടല്ലോ എന്ന് പറയുന്നതായി നമ്മൾ സങ്കല്പിക്കണം. അതുകൊണ്ടാണ് പഴയ ഋഷിമാരൊക്കെ തഥാസ്തു അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറയുന്നത്.
എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നതായി സങ്കല്പിച്ച് എപ്പോഴും ഇരിക്കണം. അല്ലെങ്കിലോ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ഊർജം വന്നുകൊണ്ടിരിക്കും. സ്വയം ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ മനസ്സിൽ ചില ദിവസം നമ്മൾ പറയത്തില്ലേ, ഇന്നത്തെ ദിവസം പോയി വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, എന്താണെന്നറിയില്ല. എന്റെ കൂടെ കാര്യം വെച്ചാൽ ഞാൻ പറയുന്നത്, ആരും വേറിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മൾ എന്നുള്ള ചിന്തയിലാണ് ഞാൻ പറയുന്നത്. ചില കുട്ടികൾ, ഈ 10-21 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ പറയും, സാറേ ഞാൻ ചെന്ന് പറ്റി കുട്ടി ഇന്ന് എന്താണെന്ന് അറിയില്ല സാറേ, ഇന്നൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്താ വീട്ടിലൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറയാം, ആ ചിന്ത മാറ്റൂ, ആ ബുദ്ധിമുട്ടെന്നുള്ള ചിന്ത മാറ്റൂ. വീണു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. എപ്പോഴും ഓർക്കണം, അമ്മയുടെ കയ്യിലിരിക്കുന്ന വീണ പോലെ പാടാനുള്ളതാണ് നമ്മുടെ ജീവിതം. കണ്ണന്റെ കയ്യിൽ ഓടക്കുഴലുണ്ടല്ലോ, ആ ഓടക്കുഴലിന്റെ പ്രത്യേകത എന്താ? അതിനകത്ത് തരി പോലും കാമ്പില്ല. ആ കാമ്പൊക്കെ തുളച്ചു മാറ്റി ഓടക്കുഴലാണ്, ഓടത്തണ്ടാണത്, അകത്തൊന്നുമില്ല. ഞാനെന്ന ഭാവം ഒന്ന് തോന്നായിക വേണമിഹ, തോന്നുന്നതാകി അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്ന് പറഞ്ഞൊരു ഓടക്കമ്പാണത്. അതുകൊണ്ടാണ് തേക്കിന്റെ കമ്പ് തുളച്ചിട്ടല്ലോ കണ്ണൻ പാടിയത്, മുളംതണ്ടാണ് തുളച്ചിട്ട് കണ്ണൻ അതരത്തിൽ ചേർത്ത് പാടിയപ്പോൾ ചരവും അചരവും ഒരുപോലെ നിന്നുകൊണ്ട് ആ കണ്ണന്റെ മുമ്പിൽ വിനമ്രരായി വിനീതരായി മാറുകയാണ് ചെയ്തത്. എപ്പോഴും ചിന്തിക്കുക, ആ കൃഷ്ണൻ ഓടക്കുഴലിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് ആ പാട്ടുപാടി ആ ലോകത്തെ മുഴുവൻ അനുരഞ്ജിപ്പിക്കാൻ മാത്രമല്ല, ഭക്തരോട് സന്ദേശം കൊടുക്കുകയാണ്. ഈ ഓടക്കുഴൽ പോലെ ആകണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഒരിക്കലും ഞാൻ ഇന്നയാളാണ്, ഇന്ന വീട്ടിലെയാണ്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പഠിപ്പുണ്ട്, ഞാൻ കലാകാരനാണ്, ഈ ചിന്തയൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. എങ്ങനെ? അധാർമികമായി ഉണ്ടാകാൻ പാടില്ല. നമുക്ക് നമ്മുടെ സ്വത്വത്തെ കുറിച്ചൊരു ബോധം ഉണ്ടാകണം, ഞാൻ ഇന്നയാളാന്നുള്ള ഒരു പോസിറ്റീവ് ബോധം ഉണ്ടാകണം. അതിനപ്പുറത്തേക്ക് ഒരിക്കലും വകതിരിവുകൾ, വേർതിരിവുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈശ്വരന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും ഈക്വലാണ്, സമന്മാരാണ്. അമ്മയുടെ മുമ്പിൽ നമ്മൾ എന്ത് സമർപ്പിച്ചാലും എങ്ങനെ സമർപ്പിക്കുന്നു എന്ന് മാത്രമേ അമ്മ നോക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ ഓർക്കുക, കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന്റെ സമനായ വാണിയിടുകയും നമുക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരും ഏത് സമയത്തും, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ധനം അവനവന്റെ ശ്വാസമാണ്. ആ ശ്വാസം അകത്തേക്ക് എടുത്ത് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, തീർന്നു. അത്രയേ ഉള്ളൂ, നൈമിഷികമാണ്. പക്ഷെ അത് ചിന്തിച്ചിട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പം ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ, മനുഷ്യന്റെ ആയുസ് 100 വയസ്സിൽ മേലെയാ പറയാ, അത്രയും കാലം ജീവിച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം തരട്ടെ. പക്ഷെ അത്രയും ആ സമയം വരെയും നമ്മൾ എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് വരെയും നമ്മൾ ഈശ്വരനെ ഉപാസിക്കണം, നമ്മൾ ഭക്തരാകണം. നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കണം, ഞാൻ ഭക്തനാണ്, ഞാൻ ഇത്തിത്താനത്തമ്മയുടെ പാദപത്മങ്ങളിൽ നിത്യവും നമസ്കരിക്കുന്ന ഒരു വിനീതനായ ഒരു ഏഴയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ ഭക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏറ്റെടുത്തോളും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും. എന്നും നമ്മൾ നാമം ജപിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലളിതാ സഹസ്രനാമമാണ് ഗൃഹസ്ഥന് കൂടുതൽ ജപിക്കേണ്ടത്. 5 രൂപ മുതൽ നമുക്ക് ആ സഹസ്രനാമം മേടിക്കാൻ കിട്ടും. ഇനി ചിലപ്പോൾ ഇവിടെ മിക്കവരും ചൊല്ലുന്നവരായിരിക്കും, കാണാപ്പാട് അറിയായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്, കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ചൊല്ലുമ്പോൾ തെറ്റുമെന്ന് പേടിയുണ്ട്. യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, ചില കാര്യങ്ങൾക്ക് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കേട്ടു നോക്കാം. എന്നിട്ട് ആ പുസ്തകം തുറന്ന് വെച്ച് യൂട്യൂബും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ല ആരെങ്കിലും നന്നായിട്ട് ചൊല്ലുന്ന ആചാര്യന്മാരുടെ അത് ഓഡിയോ കേൾക്കുക. നമ്മൾ എന്നും ജപിക്കണം. അതിലെ പല ഭാഗങ്ങളിലും ചില പ്രധാനപ്പെട്ട വിശിഷ്ട മന്ത്രങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും അത് ഓർക്കുക. ശ്രീവിദ്യാ മന്ത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാത്തത് പോലെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗണപതി സങ്കല്പമൊക്കെ വരുമ്പോൾ നമ്മൾ വീടുകളിലോ സ്ഥാപനങ്ങളിലോ ആദ്യമായിട്ട് ചെയ്യുന്നത് ഗണപതി ഹോമമാണ്, അല്ലെ? എന്തിനായി ഗണപതി ഹോമം ചെയ്യുന്നത്? ഗണങ്ങളുടെ പതി, അഥവാ ഗണം എന്ന് പറഞ്ഞാൽ സമൂഹം, സൊസൈറ്റി. ഇപ്പൊ ഇരിക്കുന്ന ഇത്രയും പേര് സമൂഹമാണ്. ഇത്തിത്താനത്തമ്മയുടെ തിരുമുമ്പിൽ ഇരിക്കുന്ന ഭക്തരായ നമ്മൾ ഒരു കൂട്ടുചേർന്നിരിക്കുന്നവരാണ്, സൊസൈറ്റിയാണ്. അപ്പൊ ഈ സൊസൈറ്റി ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ധാർമ്മികമായിട്ട് തുടങ്ങണം. അതുകൊണ്ടാണ് ഗണപതി ഹോമം. ഗണപതി ഹോമം ഈശ്വര ആരാധനയാണത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെയുള്ള ഹോമവിധികൾ അല്ലെങ്കിൽ നാളികേരം അഹോമിക്കുക ഇതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ കാശ്മീരി ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്താണ്? ഈശ്വരനെ ആരാധന എന്നേ ഉള്ളൂ. അപ്പൊ തുടക്കം ധാർമ്മിക ചിന്തയോടുകൂടി ആവണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. വാതാപി ഗണപതി ഭജ എന്നും വളരെ പ്രശസ്തമായിട്ടുള്ള ശാസ്ത്രീയ സംഗീതമുണ്ട്. ഗണപതിയെ കുറിച്ചാണ് പറയാം. അതിൽ തുടർന്ന് പറയുന്നത് മൂലാധാര ക്ഷേത്ര സ്ഥിതം എന്നാണ്. ഇപ്പൊ ഗണപതി എന്ന് പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച
കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന ഇടത്തിലെ ആ മൂലാധാര ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനയുടെ മുഖത്തോടുകൂടി ഒരു സങ്കല്പത്തെ കുറിച്ച് വേദാന്തം പറയും. ആ സങ്കല്പമാണ് ഗണപതി എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ഏത്തമിടുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാൽ. ആനയുടെ ശൗര്യം അതിന്റെ കൊമ്പിലാണ്. നമുക്കെല്ലാം അറിയാമല്ലോ, 2 കൊമ്പാണ് ആനയ്ക്കുള്ളത്. ഗണപതിക്ക് എത്ര കൊമ്പാണ് ഉള്ളത്? 1 ഉള്ളൂ. അപ്പൊ നമ്മൾ ചെന്ന് തേങ്ങ ഉടച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ഏകദന്താ, ഒറ്റ കൊമ്പാന്നല്ലേ. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? സ്വയം ആലോചിച്ച് നോക്കിയേ. നമ്മൾ കളിയാക്കിയല്ലേ ചെന്നിട്ട് ഒറ്റ കൊമ്പോ ഇഷ്ടപ്പെടുവോ? അമരകോശത്തിൽ പറയും ഏകദന്തൻ എന്ന് പറഞ്ഞാൽ മത്തഗജഹ. മത്തഗജം എന്ന് പറഞ്ഞാൽ ആനയുടെ എല്ലാ പവറും അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയം മതപ്പാടുള്ളപ്പോഴാണ് അല്ലെ. അടുപ്പിക്കുമോ നമ്മളെ ആരെങ്കിലും അവിടെ? ഇല്ല. അതാണ് മത്തഗജഹ, മതിക്കുന്ന ആന. ഏകദന്തൻ എന്ന് പറഞ്ഞാൽ അമരകോശം പറയുന്നതാണ് മത്തഗജഹ, മതിപ്പിക്കുന്ന മതപ്പാടോടുകൂടി അത്രയും പവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മഹാസങ്കല്പമാണ് ഗണപതി, മഹാഗണപതി. ആ ഗണപതിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത് ഓരോ ദിവസവും. അങ്ങനെ ഒരു ആത്മീയ നിഷ്ഠയോടുകൂടി ജീവിച്ചാൽ നമ്മൾ പറയും അവൻ ഭക്തനായി പോയി, അവൻ ഇച്ചിരി കൂടുതൽ ഭക്തിയായി പോയി, അവൻ ഗ്രഹസ്ഥനാകേണ്ടവനല്ലേ, അവനൊരു കുടുംബജീവിതമില്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അവന്റെ കുടുംബജീവിതം കൂടുതൽ മനോഹരമായി തീരും ഈശ്വരീയമായി ജീവിച്ചാൽ. അവൻ ഏറ്റവും നല്ല ഭർത്താവായി മാറും, ഏറ്റവും നല്ല ഭാര്യയായി മാറും, നല്ല മകനും മകളുമായി മാറും. ഇന്ന് നടക്കുന്ന ഞാനൊരു 5 കൊല്ലം മുമ്പ് ഞാൻ പഠിപ്പിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജിലെ ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. മലയാളം സെക്കൻഡ് ലാംഗ്വേജിലേക്ക് മറ്റ് സബ്ജക്റ്റ് എടുത്ത കുട്ടികളൊന്നും പഠിക്കും. ഇപ്പം ഞാൻ ചെന്നപ്പോൾ ജൂനിയർ ആയതുകൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകരുടെ ഞാൻ പോയപ്പോൾ മാത്തമാറ്റിക്സിന് ഒത്തിരി പെൺകുട്ടികളുണ്ട് അവിടെ. 10-70ഓളം പെൺകുട്ടികൾ ഒരു ക്ലാസ്സിൽ തന്നെ കാണും. അത് മാത്തമാറ്റിക്സിൽ ഒരു കൊച്ചു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെയുണ്ട്. അപ്പൊ അത് സത്യത്തിൽ ഞങ്ങളെ അധ്യാപകരെ പോലും നേരെ നോക്കാറില്ല. അത്ര ഇതായിട്ട് കുനിഞ്ഞൊരു പാപത്തെ പോലെ ഇരിക്കുന്ന പെൺകുട്ടി പഠിക്കുകയും ചെയ്യും. ഞാൻ ആ വർഷം കഴിയുന്ന ഒരു സമയമായപ്പോഴത്തേനും ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരികയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ കുട്ടി ഒരു 19 വയസ്സേ ഉള്ളൂ, നല്ലൊരു കുട്ടി. അന്വേഷിച്ചപ്പോൾ എന്താ അവിടുത്തെ ഇതുപോലെ തന്നെ ഒരു പയ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അവൻ വരുന്നില്ല, ഇങ്ങനെ കിടന്നാൽ എന്തെങ്കിലും വരുമല്ലോ എന്നും പറഞ്ഞ് മണ്ടത്തരം കാണിച്ചു പോയ ആ കുട്ടി ആർക്ക് നഷ്ടപ്പെട്ടു? ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് അവരും മറക്കും, അവനവരും നഷ്ടപ്പെട്ടു. ഈ കാലത്ത് ഒരു ജന്മം കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ IVF ചികിത്സകൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ. പഴയ കാലത്ത് നമ്മുടെ സ്ത്രീകൾ മുറ്റമടിക്കും. ഞാൻ പറയുന്നതുകൊണ്ട് വേറെ ആരും നെഗറ്റീവായിട്ട് കരുതരുത്. ഞാൻ ഈ പറയുന്ന യുവതികളായ ശിഷ്യർ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ പറയും, എൻ്റെ ക്ലാസ്സുകളിൽ യുവതികളായ ഒത്തിരി ശിഷ്യർ എനിക്കുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ആരും കല്ലിൽ ഒരിക്കലും തുണിയിട്ട് അലക്കി തേക്കുന്നില്ല. ശരിയല്ല? അമ്മമാർക്കെല്ലാം പ്രായമാർക്ക് എല്ലാവർക്കും അറിയാം. അതൊരു പ്രോസസ്സിംഗ് ആണ്. കൃത്യമായിട്ട് വെള്ളം കോരുന്നു കിണറ്റിൽ നിന്ന്, പ്രോസസ്സിംഗ് ആണ്. ഏതൊക്കെ ശരീരഭാഗങ്ങൾ വർക്കൗട്ട് ആവുന്നു നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളത്തിൽ തുണി മുക്കുന്നു, ഉലയ്ക്കുന്നു, വെയിലത്തിടുന്നു അല്ലേ? പഴയ കാലത്തോ നെല്ല് കുത്തുന്നു, അരി അരയ്ക്കുന്നു. അവിടെ ഇരുന്ന് കല്ലേര അരി അരയാണ്. നമ്മുടെ ഏതൊക്കെ ശരീര അവയവങ്ങളാണ് അതിൽ വർക്കൗട്ട് ആവുന്നത് ചിന്തിച്ചു നോക്കൂ. ഇന്നോ ഇന്ന് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ? എൻ്റെ ബന്ധുക്കൾ സഹിതം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടുകൂടി ഞാൻ പറയാണ്. പഴയ കാലത്ത് മിറ്റങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. ആ മിറ്റം രാവിലെ ഒരു അരമണിക്കൂറാണ് മിറ്റം തൂത്തെടുക്കാൻ. ആ കുനിഞ്ഞ് ചെയ്ത് തൂക്കുമ്പോൾ ഇന്റേണലായിട്ടുള്ള ബോഡികളൊക്കെ അതിനകത്ത് വർക്കൗട്ട് ആവുകയാണ് അതിനകത്ത്. ഇനി ഇതൊന്നും വേണ്ട. ജോലിക്ക് പോകുന്നു, കിടക്കുന്നു, അവിടെ ഉള്ള അമ്മ തന്നെ എല്ലാം ചെയ്തു കൊടുക്കും. വീട്ടിലുള്ള സ്വന്തം അമ്മമാര് തന്നെ പിള്ളേരെ കൊണ്ടൊന്നും ചെയ്യിക്കുകയില്ല. അതിന്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ മക്കളുണ്ടാകാതെ ഇരിക്കുമ്പോൾ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പൊ മാഫിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഇപ്പോൾ ഉണ്ട്. ഞാനത് വളരെ പോസിറ്റീവായിട്ട് പറയുന്നതാണ്, ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ എൻ്റെ കുട്ടികളോട്, എൻ്റെ ശിഷ്യരോടൊക്കെ ഞാൻ പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ. അത് അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ നിങ്ങളില്ലാത്തപ്പോൾ അവരത് ചെയ്തോളും. നിങ്ങളുള്ളപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യണം. മിറ്റം തൂക്കണം, മുറി തുടയ്ക്കണം, വെള്ളം കോരണം, അരി അരയ്ക്കണം, ഇല്ല നിങ്ങൾ തുണിയെങ്കിലും അലക്കണം കല്ലേലിട്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു കാലത്ത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങളായി.
എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാത്തിരുന്ന് എത്രയോ വർഷം ശേഷമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ? നമുക്കെല്ലാം അറിയാവുന്നതാണ്. എനിക്കറിയാം, എൻ്റെ ക്ലാസ്സുകളിലും ഒക്കെ ഞാൻ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ ഒരു പഴയ നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ട്. വീട് എപ്പോഴും കൈലാസം പോലെ ആയിരിക്കണം. കൈലാസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ശിവന് പാർവതി, ആ ശിവന്റെ കഴുത്തിലാണെങ്കിൽ സർപ്പത്തിന്റെ വർഗശത്രു മയില്, മുരുകന്റെ വാഹനം, കാളയുടെ ശത്രുവായ സിംഹം, ഇതെല്ലാം പക്ഷെ ആ കൈലാസത്തിൽ ഒരേപോലെ ഒരേ മനസ്സോടുകൂടി നിൽക്കുകയാണ്. നമ്മുടെ വീടും അങ്ങനെയാണ്. പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാവരും. പക്ഷെ അവരെല്ലാം നമ്മുടെ വീട് കൈലാസമാകുമ്പോൾ എല്ലാം അവിടുത്തെ അച്ഛനും അമ്മയും ശിവനും പാർവതിയുമായി മാറുകയാണ്. വാക്കു അർത്ഥവും പോലെ വാകർത്താവ് സംപൃക്തോ വാകർത്ത പ്രതിപത്തിയെ ജഗതക പിതരോ വന്ദേ പാർവതി പരമേശ്വരവുമാണ്. വാക്കും അർത്ഥവും എങ്ങനെയാണോ ചേർന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ രമേശ് എന്ന് ഒരാളുടെ പേരുണ്ട് എങ്കിൽ രമേശ് എന്ന് വിളിക്കുമ്പോൾ ഒരിക്കലും സുരേഷ് എഴുന്നേക്കില്ല, രമേശ് തന്നെ എഴുന്നേക്കും. കാരണം എന്താ? അയാളുടെ പേരും ആ വ്യക്തിയും ഒന്നായി മാറുന്നു. ശരിയല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ തന്നെ പോകും, അമ്പലപ്പുഴയിൽ പോകില്ല. കാരണം എന്താണ്? ആ പേരും ആ ഇടവും തമ്മിൽ പരസ്പരം ചേർന്നിരിക്കുന്നു. എന്നതുപോലെ നമ്മുടെ വീട്ടിലെ ആ ഗ്രഹനാഥനും ഗ്രഹനാഥയും തമ്മിൽ പരസ്പരം ഒന്നായി മാറണമെന്നാ പറയാ. വാക്കും അർത്ഥവും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് എന്നതുപോലെ അവര് ഒരുപോലെ ഇരിക്കണം. അപ്പോൾ മക്കളും ഒന്നായി മാറും. ഒരേ മനസ്സോടുകൂടി അവരൊന്നായിട്ട് അവിടെ വർദ്ധിക്കും. അവർ തമ്മിൽ പരസ്പരം ശണ്ട കൂടി വഴക്ക് പിടിച്ച് എന്നും ബഹളമാണെങ്കിലും ശിവനും പാർവതി ഒരിക്കലും അങ്ങനെ ബഹളം വെച്ചിട്ടില്ല. അവര് പരസ്പരം, അതാണ് അർത്ഥനാരീശ്വരൻ എന്ന് പറയുന്നത്. അവര് ഒന്നാണ്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഒന്നാണെന്ന് അവർ തന്നെ സ്വയം വിചാരിക്കണം. ആ മക്കളും അതുപോലെ തന്നെ വരും. അവരിത് കണ്ടാണെങ്കിൽ മുമ്പോട്ട് പോവുക. അവർ ചെല്ലുന്ന വീട് അല്ലെ വരുന്ന വീടും കൈലാസം പോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. ത്രിസന്ധ്യ സമയത്ത് കിടന്നുറങ്ങുന്ന എത്രയോ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ സന്ധ്യാസമയത്ത് ഏറ്റവും കൂടുതൽ ഉപാസന നടത്തേണ്ട, സന്ധ്യോപാസന നടത്തേണ്ട സമയമാണ് ഈ സന്ധ്യകൾ. സന്ധ്യ ചേരുന്ന സമയമാണ്. രാത്രിയും പകലും തമ്മിലും മധ്യാഹ്നവും തമ്മിലും രാത്രി വൈകുന്നേരവും ഇതൊക്കെ 3-4 സന്ധ്യകളുണ്ട് നമുക്ക്. അപ്പോൾ പ്രഭാതത്തിലും പ്രഭാതസന്ധിയിലും വൈകുന്നേരത്തെ പ്രദോഷ സന്ധിയിലുമെങ്കിലും നമ്മൾ ഉപാസിക്കണം. ഉപാസിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട താന്ത്രികമായ സാധനം, അങ്ങനെയൊന്നുമല്ല. ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നേ ഉള്ള അർത്ഥം. എന്റെ കണ്ണ, ഞാൻ വിളക്ക് കത്തിക്കുന്നു, അല്ലെ അമ്മേ ഞാൻ വിളക്ക് കത്തിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ നിന്നെ പ്രകീർത്തിക്കണം. അതാണ് ഉപാസന. അല്ലാതെ ഈ പറയുന്ന വലിയ മാന്ത്രികമായിട്ടുള്ള കർമ്മം അതൊന്നുമല്ല. നമ്മൾ വീട്ടിൽ 2 നേരവും വിളക്ക് കത്തിക്കണം. 2 തിരിയെങ്കിലും അപ്പുറം ഇപ്പുറം ഇടാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ അതിൽ നിന്ന് നാളെ തൊട്ട് ശ്രദ്ധിക്കുക. ഓങ്കാരധ്വനി വരുന്നു എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുക. ഉണ്ട് നാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നും ജപിക്കണം. അത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വല്ലാത്ത കവചമായിട്ട് മാറും. തെറ്റിക്കോട്ടെ, ലളിതാ സഹസ്രനാമം ചെല്ലുമ്പോൾ തെറ്റിപ്പോക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുകയില്ല. വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ ലളിതാ സഹസ്രനാമം നമ്മൾ എല്ലാവരും എന്നും ജപിക്കണം. ഒരു നേരമെങ്കിലും ജപിക്കുക, സമയമുള്ളപ്പോൾ അങ്ങനെ ജപിക്കുക. ഭഗവാന്റെ നാമങ്ങൾ പ്രകീർത്തിക്കുക. നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം എന്നാണ്. എന്തൊക്കെ പാപം നമ്മൾ ഈ ജന്മവും കഴിഞ്ഞ ജന്മവും ചെയ്തിട്ടുണ്ടോ അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നു അതെല്ലാം ഈ ലളിതാ സഹസ്രനാമം തരും, അല്ലെങ്കിൽ നാമസങ്കീർത്തനം തരും. ഉറക്ക നാമം ചോദിക്കുക. ചിലർ ചെയ്യുന്ന എന്താണ്? പതുക്കെയാണ്. അങ്ങനെയല്ല. ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഈ നാമം കേൾക്കണമെന്നാണ് പറയുന്നത്. ഉറക്ക നാമം ജപിക്കണം. അതുകൊണ്ടാണ് സപ്താഹ സമയത്ത് തലേ ദിവസം ഹരേ നമ അത്യുച്ഛതി എന്ന് പറയാറുണ്ട്. എവിടെ ഇരിക്കുന്ന എല്ലാവരെയും കൊണ്ട് ആചാര്യന്മാര് ഹരേ നമ എന്ന് ചൊല്ലിക്കും. കേട്ടിട്ടുണ്ടാവും. മൂലം ഭാഗവത സപ്താഹങ്ങളിലാണ്. ആ ഹരിയുടെ നാമം ഞാൻ പറഞ്ഞ പോലെ ഹരതി പാപാനി, എല്ലാ പാപങ്ങളും ഇല്ലാതാക്കും നാമം കൊണ്ട്. വേറെ ഒന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ വലിയ മന്ത്രങ്ങൾ ആ ഇംഗ്ലീം ഒന്നും നമ്മൾ ജപിക്കണ്ട. എന്റെ കണ്ണ, എന്റെ കൃഷ്ണ, എന്റെ നാരായണ, എന്റെ അമ്മേ എന്ന് ജപിച്ചോളൂ. അത് മാത്രം മതി. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, അങ്ങനെ പ്രകീർത്തിച്ചാൽ ആ അമ്മ, ആ ദേവത, ആ കണ്ണൻ നിങ്ങളുടെ മുമ്പിൽ വരും. എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും. എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സാധിച്ചു തരും എന്ന് ഞാൻ പറയുകയാണ്. 8 മണി 1 മണിക്കൂറോളം ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി 1 മണിക്കൂർ കൂടുതൽ പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന പല അനുഭവങ്ങളും തെളിയിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അമ്മയാണ് പറയിപ്പിച്ചത്. അത് അമ്മയുടെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് സമർപ്പിക്കുകയാണ്.
എന്നെ ഇവിടേക്ക് ക്ഷണിച്ച മഹാത്മാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിയ സ്വഭാവാൻ കരോമി യദ്ദിൽ സകലം പരസ്മൈ ശ്രീ നാരായണായേതി സമർപ്പയാമി ശ്രീ മഹാദേവേതി സമർപ്പയാമി. എല്ലാവർക്കും സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ പ്രഭാഷണത്തിന് വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ വന്ന പ്രിയപ്പെട്ട ഭക്തർക്കൊപ്പം ഇനി ആരെങ്കിലും വരേണ്ട അവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് രക്ഷാർച്ചനയ്ക്ക് കാണാൻ വരുന്നത് പോലെ തന്നെ ഇവിടെ ഈ പ്രഭാഷണങ്ങൾ ഏറ്റവും നല്ല പ്രഭാഷണം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പ്രകർഷണയുള്ള ഭാഷണം, ഏറ്റവും നല്ല വാക്കുകളാണ്. എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും അവർക്ക് എല്ലാവർക്കും. അതെല്ലാം കേട്ടുകൊണ്ട് ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ കളയാതെ ശരിക്കും ഉൾക്കൊള്ളണം. ഇപ്പൊ ഞാൻ നാമം ജപിക്കണമെന്ന് പറഞ്ഞ് ജപിക്കുന്നവരാണെന്ന് എനിക്കറിയാം, എങ്കിലും കൃത്യമായിട്ട് നിഷ്ഠയോടുകൂടി ലളിതാ സഹസ്രനാമം ജപിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ജപിക്കണം. നമ്മുടെ മക്കളെ പിടിച്ചിരുത്തി ജപിപ്പിക്കണം. പിന്നീട് അവരെ ചെയ്തോളൂ. നമ്മുടെ മടിയിലിരുത്തി അല്ലെ അടുത്തിരുത്തി, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒക്കെ അടുത്തിരുത്തി ജപിപ്പിച്ച് പഠിപ്പിക്കണം. വീട്ടിലെ അമ്മമാരാണ്, സ്ത്രീകളാണ് അവിടുത്തെ വിളക്കെന്ന് പറയുക അല്ലേ. വീട്ടിൽ ചെന്നാൽ നമുക്കറിയാം അവിടെ വിളക്ക് എങ്ങനെയുള്ളതാണ് എന്ന്, അവിടുത്തെ വിളക്ക്. അതുകൊണ്ട് ആ സംസ്കാരത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു തലമുറയെ നമുക്ക് കിട്ടണമെങ്കിൽ അവിടുത്തെ അമ്മമാര് ആ കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെയൊക്കെ പ്രത്യേകിച്ചും ആ തരത്തിലേക്ക് ഒരു നിഷ്ഠാപൂർണമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായി തീർക്കണം. മിക്ക വീട്ടിലും അങ്ങനെ ഉണ്ടാകും, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അത് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരാളെ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ അവരിങ്ങനെയാണ്, അതിങ്ങനെയായി തീരും, അല്ലെ അവരെ ഞാൻ ഗൗനിക്കേണ്ട, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല. സാധാരണ ഒരാളെ കണ്ടു എന്ത് ചിന്തിക്കുന്നു അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിൽ അമിതമായി ആരെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ പാടില്ല. എല്ലാം ഭഗവാന്റെ മക്കളാണ്, ജന്മമെടുത്തവരെല്ലാം ഭഗവാന്റെ മക്കളാണ്. കാരണം ഒരു ജന്മം ഉണ്ടാകാൻ ഈ കാലത്ത് എന്ത് പാടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുണ്യം കൊണ്ടേ ഒരു ജന്മം ഉണ്ടാവുകയുള്ളൂ, പുണ്യം കൊണ്ടേ അമ്മയാവുകയുള്ളൂ, അല്ലെ. അപ്പൊ അമ്മമാരെല്ലാം പുണ്യാത്മാക്കളാണ്, മുൻജന്മത്തിൽ മഹാപുണ്യം ചെയ്തവരാണ് അമ്മമാരെല്ലാവരും തന്നെ, അല്ലെ. അപ്പൊ ആ അമ്മമാരെ നമ്മൾ എന്നും നമസ്കരിക്കുകയും അമ്മമാര് പറയുന്ന വാക്കുകൾ കേൾക്കുകയും ഒക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് തുടങ്ങണം എന്നൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, അവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ഒപ്പം തന്നെ അച്ഛന്മാരെയും അതുപോലെ തന്നെ ബഹുമാനിക്കാനായിട്ട് ഉള്ള ഒരു സംസ്കൃതി നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കട്ടെ. അതിന് ഈ ലക്ഷാർച്ചന മഹോത്സവം സാധിപ്പിച്ച് തരട്ടെ. എന്നെ അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.